الطفل إن تهمله شب على حب الرضاع وإن تفطمه ينفطم فاصرف هواها وحاذر أن توليه إن الهوى ما تولى يسمي أو يسمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫജറിലെ അവസാന ഭാഗത്ത് ഒരു വലിയ ചർച്ച കൂടി നമുക്ക് നടത്താനുണ്ട്, ഇന്നും നാളെയുമായിട്ട്. അഥവാ ദുനിയാവുമായി കെട്ടുപിണഞ്ഞ് സമാധാനം ഉൾക്കൊള്ളുന്ന ആളുകളുടെ അവസ്ഥകൾ വിശദീകരിച്ച ശേഷം അള്ളാഹുവിനെ ആരാധിക്കുന്നത് കൊണ്ടും അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ടും മനസ്സും ശരീരവും ശാന്തത ലഭിച്ച ആളുകൾ, അവരെ പറ്റിയാണ് അന്നഫ്സുൽ മുത്മഇന്ന എന്ന ഒരു പദപ്രയോഗം കൊണ്ട് സംബോധന നടത്തിയത്. നേരത്തെ സൂറത്തുൽ ഫജറിന്റെ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചു, ഫഅമ്മൽ ഇൻസാന ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. രണ്ടും ഈ ദുനിയാവിലെ രണ്ട് മുഖങ്ങളാണ്. നല്ലവണ്ണം കൊടുത്ത ആള്, കിട്ടിയ ആള്, സുഖം കിട്ടിയ ആള് പറയും, എന്നെ അള്ളാഹു എല്ലാ അർത്ഥത്തിലും പരിഗണിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു. അതേ മനുഷ്യൻ തന്നെ അള്ളാഹുത്താല കുറച്ചു കഴിഞ്ഞ് അവന് അളന്നു തിട്ടപ്പെടുത്തി കൊടുത്ത് പരീക്ഷിച്ചാൽ അവൻ പറയും, അള്ളാഹു എന്നെ കൈകഴിച്ചു, എന്നെ നിസാരപ്പെടുത്തി, നിന്ദനാക്കി എന്ന്. അത് ഭൗതിക ജീവിതം കൊണ്ട് തുമനീനത്ത് ലഭിക്കുന്ന, ശാന്തത കൊള്ളുന്ന ആളുകളുടെ അവസ്ഥയാണ്. അതേ സമയത്ത് ശരിക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകേണ്ട ശാന്തത, സമാധാനം അതല്ല. അള്ളാഹുവിന് അനുസരിച്ച് അവനെ ഓർത്ത് അവൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ടു പോകാനുള്ള ഒരു തയ്യാറെടുപ്പും ഒരു സമാധാനവും ഒരാവേശവും അത് ഉൾക്കൊള്ളുന്ന ശരീരമാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന കൊണ്ട് വിളിച്ചത്. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അന്നഫ്സുൽ മുത്മഇന്ന എന്നാണ് ഇവിടെ നമ്മൾ തുടക്കം ഓതി വെച്ചത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തതയുള്ള, സമാധാനമുള്ള ആത്മാവേ അല്ലെങ്കിൽ ശരീരമേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയത്തൻ മർളിയ, നീ നിന്റെ നാഥനിലേക്ക്, രക്ഷിതാവിലേക്ക് മടങ്ങിപ്പോകണം. റാദിയത്തൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടും, മർളിയത്തൻ, അല്ലാഹു തരുന്ന സവാബ് നീ തൃപ്തിപ്പെട്ടുകൊണ്ടും മടങ്ങിപ്പോകണം എന്ന് അർത്ഥം വരുന്ന ഈ വാക്ക് അത് മഹാരഥന്മാർ ഏറെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മിലതിൽ നിന്ന് കാര്യമായി ഒരു പാഠം നമ്മൾ പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ നഫ്സിന്, ആത്മാവിന് പല അവസ്ഥകളുണ്ട്, ഘട്ടങ്ങളുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ തുമനീനത്തിന്റെ, സമാധാനത്തിന്റെ, ഒതുക്കത്തിന്റെ, അടക്കത്തിന്റെ ഒരു മാർഗത്തിലേക്ക് നമ്മുടെ ശരീരം, ആത്മാവ് ഉയരണം. അതിന് ഉയരാൻ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകയും തരണം ചെയ്യുകയും ശീലിക്കുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ആയി കിട്ടിയാൽ പിന്നെ നമുക്ക് നമ്മുടെ വഴി സുഗമമാണ്, എളുപ്പമാണ്. അപ്പൊ ഏതാണ് ഈ തുമനീനത്തുള്ള
മുത്തുമഇന്നായ നഫ്സ് ഏതാണ് എന്ന് വിശദീകരിച്ചിടത്ത് മഹാനവർകൾ പറഞ്ഞു ഒരഭിപ്രായം, മനസ്സിന് അല്ലാഹു തആലയിലേക്ക് അടുപ്പം വന്നാൽ പിന്നെ അല്ലാഹു അവനിലേക്കുള്ള ഓരോ കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കാരണങ്ങളുമായി അങ്ങനെ കയറിപ്പോയി അപ്പോ ഇബാദത്തും ത്വാഅത്തും എല്ലാം ആനന്ദമാകുന്ന ഒരാവേശമാകുന്ന അവസ്ഥയുണ്ട്. നിർബന്ധമായി അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ചെയ്തു എന്നുള്ളതല്ല, അത് വേറൊന്നാണ്. അത് കൽപ്പനകൾ അംഗീകരിക്കുന്നുവെന്നോ അതിലപ്പുറം അത് ആവേശത്തോടുകൂടി നിർവഹിക്കാനുള്ള ഒരു വിഷയം. അങ്ങനെയാണ് ചില മഹാരഥന്മാരൊക്കെ പറഞ്ഞു, ഞാൻ സ്വർഗം കിട്ടാൻ വേണ്ടിയല്ല നിസ്കരിച്ചത്, നരകത്തെ തൊട്ട് കാക്കാൻ വേണ്ടിയല്ല നിസ്കരിച്ചത്, പിന്നെന്തിനാ? അപ്പൊ അവര് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ഒരടിമയായിട്ട് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷം കൊണ്ട് നിസ്കരിക്കാം. അപ്പൊ അത് മനസ്സിന്റെ വേറൊരു അവസ്ഥയാണ്. ആ അവസ്ഥ രൂപപ്പെടുത്തിയെടുക്കാൻ ദുനിയാവിൽ നിന്ന് നമ്മളെ കൊണ്ട് കഴിയോ? നമ്മളെ കൊണ്ടും കഴിയും. പക്ഷെ നമ്മളതിന് പാകപ്പെട്ട് വരണം. അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയും പാകപ്പെട്ടവരാരൊക്കെയുണ്ട്, പാകപ്പെടാത്തവരാരൊക്കെയുണ്ട്. ഈ ആയത്ത് നിങ്ങളെല്ലാവരും പലപ്പോഴും കേട്ട ആയത്താണ് അല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കുറെ ആൾക്കാരോ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ കുടുംബത്തിലെ ബന്ധുക്കളുടെ ആളുകളെ മറവി എന്നിടത്ത് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്ന ആൾ ഓതലുണ്ടല്ലോ ലാസ്റ്റ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അപ്പൊ ഈ പോയ ശരീരം അങ്ങനത്തെ ഒരാളാണ് എന്നുള്ള ഹുസ്നുള്ളനോട് പറയണത്. അങ്ങനെ തീർപ്പ് മഹാരഥന്മാരുടെ ഖബറിന്റെ സമീപത്ത് അങ്ങനെ മനുഷ്യരുടെ ആരുടേതുമല്ലാത്ത പാരായണം കേട്ടിട്ടുണ്ട്. മരിക്കുന്ന നേരത്ത് ഇത് മലക്കുകൾ പറയും എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് പറഞ്ഞ സ്വഹാബിമാരുണ്ട്. അവരൊക്കെ ആ നഫ്സിന്റെ ശരീരത്തിന്റെ ആ ഉടമകളാണ്. കാരണം അത് മലക്കുകളിൽ നിന്ന് അത്തരത്തിൽ ഒരു ശബ്ദം ഇങ്ങനെ മനുഷ്യനോട് കേൾക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അത്രയും ഉയർന്നു എന്നാണ്. അല്ലാതെ വെറുതെ മലക്ക് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് വിളിക്കൂല, അത് ഉള്ളാളെ വിളിക്കുള്ളൂ. നമ്മുടെ ശരീരമൊക്കെ നമ്മുടെ നഫ്സ് ഇപ്പൊ എവിടെ എത്തിയത്? നിങ്ങള് നമ്മളെ നഫ്സുള്ളത് നഫ്സുൽ അമ്മാറയാണ്, താഴ്ന്ന ഗ്രേഡിലാണ്. ഏതാ നഫ്സുൽ അമ്മാറ? നഫ്സുൽ അമ്മാറ എന്ന് പറഞ്ഞാൽ ഏത് ഒരു കുറ്റകൃത്യവും നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിന് അലങ്കാരമായി തോന്നാം. ഇപ്പൊ നാട്ടിൽ ഒരു കവർച്ച നടന്നാൽ ആസൂത്രിതമായ കവർച്ച നോട്ടിവിളി, ഇതുവരെ നടക്കാത്ത അത്രയും വലിയ കവർച്ച. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഒരു ഭാഗത്തുകൂടെ ഇങ്ങനെ ഒരു ചെറിയ മിന്നലാട്ടം. സംഗതി ഇപ്പൊ നല്ല ഒരു ഐഡിയ ഉള്ള പരിപാടിയാണ്. ഇപ്പൊ പൈസ ഉണ്ടാക്കാൻ പറ്റിയ നോക്കിയപ്പോ ഞമ്മക്കും അത് പറ്റുമായിരുന്നു. പിടികിട്ടാത്ത രൂപത്തിൽ എടുത്താൽ മതിയല്ലോ. പക്ഷെ അതിനോട് പൂർണ്ണമായും അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു പ്രകൃതമായിരിക്കും നഫ്സുൽ മുത്മഇന്നക്കുണ്ടാകുക. അതാണ് ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ, ചില വാർത്തകൾ വായിക്കുമ്പോൾ അത് തിരക്കേടില്ലാന്ന് തോന്നിപ്പോകുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ആളുകൾ മുഴുവനും അനുകരണത്തിന്റെ ശൈലിയിലാണ്. ഇന്നിപ്പോ അനുകരിച്ചിട്ട് പണിയായ ഒരാളെ വാർത്ത നിങ്ങൾ വായിച്ചില്ലേ, കേട്ടില്ലേ? അനുകരണം. ഒരു വാർത്ത കണ്ടാൽ അതിന്റെ പിന്നാലെ അനുകരിക്കുക. അതിന് എത്ര മോശമാണെങ്കിലും അത് മതി എന്ന് ചിന്തിക്കുക. കുറ്റകൃത്യങ്ങളുടെ പരമ്പര വാർത്താ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ നമ്മുടെ മനസ്സിന് ആള് നല്ല വളവനാണ്, ഏതായാലും ഈ പണിയൊക്കെ ചെയ്യാൻ നല്ല തന്ത്ര ആൾക്കുണ്ട്, നമുക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ളൊരു കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വാസനകളോട് ചെറിയ ഒരു അടുപ്പം നമ്മുടെ കൽബിന് ഒരു തോന്നലൊക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ സുബ്ഹാന ജല്ല ജലാലുഹു നമ്മുടെ നഫ്സ് ഇപ്പോഴും ആ നഫ്സുൽ അമ്മാറയിലാണ്. അല്ലെങ്കിൽ ആരാന്റെ ഭാര്യനെ കാണുമ്പോൾ സംസാരിക്കാനൊരു പൂതി എന്ന് പറഞ്ഞ മാതിരിയാണത്. അവനാന്റെ ഭാര്യനോടല്ല, അവന് ഹലാലാണല്ലോ. ആരാന്റെ ഭാര്യനെ കാണുമ്പോൾ സംസാരിക്കാനൊരു പൂതി എന്നിട്ടില്ലേ, അതേത് പൂതിയാ? അത് നഫ്സുൽ അമ്മാറയുടെ പൂതിയാ. ആരാന്റെ ഭാര്യനോടും സംസാരിക്കാണ്, ആവശ്യമുള്ളത് സംസാരിക്കാണ്, തെറ്റില്ല. പക്ഷെ ഓനിങ്ങനെ കണ്ട് സംസാരിക്കുമ്പോൾ ഓള ആ ചൊങ്കും ചൊറുക്കും സംസാരങ്ങൾ കൂടി കേൾക്കുമ്പോൾ കൂടുതൽ കൽബിന് അവളിലേക്കൊരു ആകർഷണീയത വരികയാണല്ലോ സ്വാഭാവികമായിട്ടും.
അത്ര ഒരു 10-25 മിനിറ്റോളം സംസാരിച്ചിരിക്കുന്നുണ്ട്. നമ്മളെ സ്വന്തം ഭാര്യനോട് അങ്ങനെ സംസാരിക്കാൻ മൂപ്പർക്ക് താല്പര്യമല്ല. അത് ആവശ്യങ്ങൾക്ക് ഇങ്ങനെ 1-2 സെക്കൻഡ് ഇങ്ങനെ കഴിഞ്ഞു. ആരാന്റെ ഭാര്യനോട് ആരാന്റെ പെങ്ങളോട് പെണ്ണുങ്ങളോട് മക്കളോട് സംസാരിച്ചിരിക്കാൻ ഭയങ്കര താല്പര്യം. എന്താ സംസാരിച്ചിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കന്നെ. ആ സംസാരിക്കുന്നതിൻ്റെ ഉള്ളിൽ പലതും ഉണ്ട്. എന്താ ഉള്ളത്? ആ കാഴ്ച, അതൊരാനന്ദമാണ്. കുറെ നേരം ഇങ്ങനെ കണ്ടിരിക്കുക, കുറെ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. ഇങ്ങനെ മൊത്തത്തിൽ നഫ്സിന് വരുന്ന നമ്മുടെ ഹവ നമ്മളെ കൊണ്ടുപോയിരുത്തുന്ന ആ ദാരുണമായ രംഗങ്ങളൊക്കെ നഫ്സുൽ അമ്മാറയുടെ ഭാഗമാണ്. അള്ളാഹു നമ്മെ അതിൽ നിന്ന് കരകയറ്റി തെരുമാറാകട്ടെ. നമ്മളതിൽ നിന്ന് കയറിപ്പോന്നു എന്ന് പറയണമെങ്കിൽ ചെറിയ ഒരർത്ഥത്തിലെങ്കിലും താഴെ വിശദീകരിക്കുന്ന വിശദീകരണങ്ങൾ നമ്മൾ പഠണം. രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം പറഞ്ഞു നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞ. ഒന്നാമത്തെ അഭിപ്രായം നമ്മൾ പറഞ്ഞു അള്ളാഹു അവനിലേക്ക് അടുക്കാൻ വേണ്ടി വെച്ച കാരണങ്ങളിൽ വളരെ ത്യാഗം ചെയ്ത് പണിപ്പെട്ട് മുന്നോട്ട് ഉയർന്നു പോകുക. അതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒക്കെ ചെയ്തത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു മക്കൾക്കും ഭാര്യക്കും മറ്റവർക്കൊക്കെ സ്വത്ത് വീതിച്ചാൻ കൊടുത്തു. കൊട്ടാരത്തിൽ നിന്ന് കൊട്ടാരം വിട്ടുപോകാണ്. എന്തിന്? കൊട്ടാരം വിട്ടുപോകാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി. ഹജർത്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ ഇയാല ലികൈ അറാക. ഞാൻ പടപ്പുകളെ മുഴുവനും വെടിഞ്ഞു, സൃഷ്ടികളോടുള്ള ബന്ധങ്ങളൊക്കെ നിർത്തി. തുറം ഫീ റിളാക, നിന്റെ തൃപ്തിയിൽ മുഴുകാൻ വേണ്ടി, മുഴുവിപ്പിക്കാൻ വേണ്ടി. വഅയ്തംതുൽ ഇയാല ലികൈ അറാക, നിന്നെ കാണാൻ വേണ്ടി, നിന്നോട് അടുക്കാൻ വേണ്ടി എൻ്റെ ഭാര്യ സന്താനങ്ങളെ ഞാൻ അവർക്കുള്ള സ്വന്തം മേഖലകളിൽ ഏൽപ്പിച്ചു വന്നു. സുബ്ഹാനല്ലാഹ്. ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വളരെ പണിപ്പെട്ടിട്ടാണ് ശരീരത്തിന്റെ ഇച്ഛയെയും പിശാചിന്റെ ശല്യത്തെയും ഒതുക്കിയത്. 2 ശത്രുക്കളെ തരണം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ശത്രു നമ്മുടെ കൂടെ തന്നെയുള്ളതാണ്, പുറത്തുള്ളതല്ല. നേരത്തെ നമ്മൾ ഓതിയ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. കൂടെ തന്നെ ഉള്ള ശത്രുവാണ് ഏറ്റവും വലിയ ശത്രു. പിശാച് എന്ന ശത്രുവല്ല. ആ ശത്രുവിനേക്കാളും എത്രയോ മുഴം കണക്കിന് കൂടുതലുള്ളത് ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള ഹവൻ നഫ്സാൻ. അവനവന്റെ ശരീരത്തിന്റെ ഇച്ഛ, ആ ഇച്ഛകൾ ലെവലായി കിട്ടാൻ വല്ലാതെ പണിപ്പെടേണ്ടതുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അടക്കി പിടിച്ച് സ്വീകരിക്കുക തന്നെ വേണം. എങ്കിലേ അത് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ കിട്ടൂല. മഹാരഥന്മാരുടെ വഴി നോക്ക് നിങ്ങൾ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരം വിട്ടുപോകുമ്പോൾ എത്ര തവണയാണ് നഫ്സിനെ, ശരീരത്തിന്റെ ആവ കീഴടക്കി പോകുമ്പോൾ പിന്നെ അപ്പുറത്തുള്ള ആൾ പ്രത്യക്ഷപ്പെട്ടു വരും, ഷെയ്ത്താൻ വന്നിട്ട് ചോദിച്ചു, എന്ത് പൊട്ടനാ നിങ്ങൾ, ആ കൊട്ടാരത്തിൽ എത്ര സുഗമമായി കഴിയാമായിരുന്നു. നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ പലപ്പോഴും വെള്ളം കിട്ടാത്ത അവസ്ഥ വരും, ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരും, പലപ്പോഴും നിങ്ങളെ കൂടെ പരിചരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വരും. നിങ്ങൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതൊന്നും അറിയണ്ടല്ലോ, കൈ കഴുകിത്തരാൻ ആളുണ്ട്, എല്ലാറ്റിനും ആളുണ്ട്, ഓരോന്നിനും ആളല്ലേ. നിങ്ങൾ അതൊക്കെ വിട്ടേച്ച് ഇങ്ങോട്ട് പോരേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ അവനെ വകഞ്ഞു മാറ്റാൻ മഹാനവറുകളെ സഹായിച്ചത്, മഹാനവറുകൾ സ്വത്തത്തെ കീഴ്പ്പെടുത്തി, അവൻ നഫ്സിനെ കീഴ്പ്പെടുത്തി. ഇപ്പോഴും നമുക്ക് കീഴ്പ്പെട്ട് കിട്ടാത്ത വലിയൊരു വിഷയം അതാ ചിലരൊക്കെ ചോദിക്കുന്ന, റമദാൻ മാസമായിട്ട് എന്താണ് ആൾക്കാരിങ്ങനെ ഈ അറാം പറഞ്ഞ കളി കളിച്ചത്? അതിന് ശൈത്താന്മാരല്ലേ കെട്ടിട്ടുള്ളൂ. ശൈത്താനേക്കാൾ ഊക്കുള്ള സാധനമാണ് ഹവ എന്ന് പറഞ്ഞത്. അത് ചെറിയ ഡിഗ്രി ഒന്നല്ല, ഭയങ്കര ഡിഗ്രിയാ. ഒരു 10-50 ശൈത്താന്മാരെ കനുണ്ടാകും ഒരു ഹവക്ക്. പിന്നെ എങ്ങനെ തോന്നുക? അതാണ് ഈ കാര്യങ്ങളൊന്നും അവസാനിക്കാത്തത്. റമദാൻ മാസമായിട്ട് എങ്ങനെ ഉസ്താദെ ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനത്തെ തന്നിപ്പും കളിച്ചിറക്കുന്നത്? അതിന് ഒരു ഷർറായ ഒരു ഷർറിനെയല്ലേ അള്ളാഹു നമുക്ക് സൗകര്യത്തിന് ബാക്കി തന്നു, ബാക്കി നമ്മളോട് ഒതുക്കാൻ പറഞ്ഞാണ്. പിശാചിനെ അള്ളാഹു താല കെട്ടിയിട്ടു. പക്ഷെ കെട്ടിടാത്ത ഒന്നുണ്ട്, ഹവൻ നഫ്സ്, അത് കെട്ടിയിട്ടിട്ടില്ല, അത് നമ്മളെ കൂടെ ഉണ്ട്. അതിനെ നമ്മൾ വരുതിയിൽ വരുത്തേണ്ടത് സുഹൃതങ്ങളിലൂടെയാണ്, പണിപ്പെട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ചെറിയ ഒരു ചിന്തയും മനസ്സും അങ്ങോട്ട് നീക്കിയാൽ അത് സാധിക്കുന്നതാണ്, അസാധ്യമൊന്നുമല്ല. പക്ഷേ അധ്വാനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ, കാര്യം റെഡിയാണ്.
അത് കീഴ്പ്പെടുത്താൻ കഴിയണം. അതിന് വ്യത്യസ്ത മേഖലകളുണ്ട്. അങ്ങനെ കീഴ്പ്പെടുത്തിയിട്ട് ശരീരവും കൽബും സ്ഫുടം ചെയ്ത ആളോട് വിളിക്കുന്ന വിളിയാളമാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബികി റാളിയതൻ മർളിയ. അവിടെ ഒരു സംശയവും വരാത്ത രീതിയിൽ റബ്ബ് തആലയിലേക്ക് ശാന്തമാകുന്ന വിശ്വസിക്കുന്ന നല്ല ആത്മാവ്, നല്ല ശരീരം. മൂന്നാമത്തെ അഭിപ്രായം പറഞ്ഞു ഹിയൽ ആമിനത്തുല്ലത്തി ലാ യസ്തഫിസുഹാ ഖൗഫുൻ വലാ ഹുസ്ൻ. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ദുഃഖമോ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് പേടിയോ ഇല്ലാത്ത നല്ല വിശ്വസ്തമായ കൽബിന്റെ ഉടമ. അയാളെപ്പറ്റിയും അയാളെ കൽബിനെ പറ്റിയും നഫ്സുൽ മുത്മഇന്ന എന്ന് പറയും. ആരാണ് ഈ ആയത്തു നഫ്സുൽ മുത്മഇന്ന എന്ന് പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒന്നുകിൽ അള്ളാഹു ഡയറക്റ്റായി പറയും, കമാ കല്ലമ മൂസ അലൈഹിസ്സലാം. മൂസാ നബിനോട് അള്ളാഹു സംസാരിച്ചത് ഡയറക്റ്റ് ആയിട്ടാണ്. മൂസാ നബിനോട് സംസാരിച്ചത് മലക്കിനെ വിട്ടിട്ടല്ല, നേർക്കുനേരെയാണ്. വകല്ലമല്ലാഹു മൂസാ തക്ലീമാ. മൂസാ നബിയോട് അള്ളാഹു സംസാരിച്ചു എന്നാ ഖുർആൻ പറഞ്ഞത്. അത് അള്ളാഹു തആല നേർക്കുനേരെ സംസാരിച്ചതാണ്. ഇരിക്കട്ടെ, ഒന്നുകിൽ അങ്ങനെ നേർക്കുനേരെ പറയും. അപ്പോ പിന്നെ അത് എപ്പോഴാ? പിന്നെ അവിടെ ചോദ്യമുണ്ട്, എപ്പോഴാണ് ഈ ആയത്തു അൻ നഫ്സുൽ മുത്മഇന്ന അള്ളാഹു പറയാന്ന് വെച്ചാൽ എപ്പോഴാ പറയാ? ഇന്ദ തമാമിൽ ഹിസാബ്. വിചാരണകളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. വിചാരണകളൊക്കെ പൂർണ്ണമായിട്ട് ഇനി ഒരു കുഴപ്പമില്ല, ആൾക്ക് അങ്ങോട്ട് എത്തിപ്പെട്ടാൽ മതി. ആള് ജയിച്ചിട്ട് ഇങ്ങനെ നല്ല ഒതുക്കത്തിൽ നന്മകളൊക്കെ കണ്ട് നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ നേരത്തുള്ള വിളിയാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇനി എന്ത് പേടിച്ച് നിൽക്കാനാ? ഹിസാബൊക്കെ പൂർണ്ണമായി, കിട്ടേണ്ടതൊക്കെ കിട്ടി, വിജയത്തിന്റെ അടയാളങ്ങളൊക്കെ കണ്ടു, ഇനി നടന്നു നീങ്ങന്നെ. അപ്പോ പറയുന്ന പറച്ചിലാണ്. അല്ലെങ്കിൽ ഔ അലാ ലിസാനിൽ മലക്കി, മലക്ക് വന്ന് മലക്കിന്റെ ഭാഷയിൽ മലക്ക് പറയുന്ന സമയമാണ്. വഹുവൽ അദ്ഹറു. അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇതാണ് ഈ വിഷയത്തിൽ പ്രബലമായ അഭിപ്രായം. ഇനി രണ്ടഭിപ്രായം മൂന്നഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് തെളിവുണ്ട്. ഇന്ദൽ ബഅസി, പുനർജീവിതത്തിന്റെ ഘട്ടത്തിലാണ് ഇങ്ങനെ മലക്ക് വന്ന് പറയുക എന്നുണ്ട്. വക്കീല ഇന്ദൽ മൗത്തി, മരണത്തിന്റെ നേരത്താണ്. അങ്ങനെ പറയാൻ കാരണം എന്താ പറയുന്നത്? മരണത്തിന്റെ നേരത്ത് കുറെ മഹാന്മാരോട് അങ്ങനെ പറഞ്ഞതുണ്ട്, ഖബറിലേക്ക് വെക്കുന്ന നേരത്ത് പറഞ്ഞതുണ്ട്. അപ്പൊ ഇന്ന നേരം തീർത്ത് പറയാം, മറ്റേ നേരം ഇല്ല എന്ന് പറയണമെങ്കിൽ അപ്പോഴൊന്നും ഇല്ലാതെക്കണം. പക്ഷെ അങ്ങനെ ഉള്ളതുണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന ആയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ എത്തി വെച്ച് ഓതി. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക റാളിയതൻ മർളിയ. എന്നിട്ട് സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, മാ അഹ്സന ഹാദാ യാ റസൂലല്ലാഹ്, എന്തൊരു ഭംഗിയുള്ള ആയത്താണ്, എത്ര അർത്ഥവത്തായ ആയത്താണ് നബിയേ ഇത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക റാളിയതൻ മർളിയ എന്നുള്ള ആയത്ത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, യാ അബൂബക്കർ, ഓ അബൂബക്കറേ, അമാ ഇന്നൽ മലക സയഖൂലുഹാ ലക ഇൻദൽ മൗത്ത്. മരിക്കുന്ന നേരത്ത് നിങ്ങളോട് മലക്ക് വന്നിട്ട് ഇങ്ങനെ പറയും. മലക്ക് വന്നിട്ട് നിങ്ങളോട് പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ. അപ്പൊ നിങ്ങൾ കണ്ടോ, മരിക്കുമ്പോ പറയും എന്ന വിഷയം ഉറപ്പിച്ച് ഒഴിവാക്കാൻ പറ്റൂല. കാരണം അങ്ങനെ പറഞ്ഞത് ഇപ്പുറത്തെ ഹദീസിലുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയാണ്. അപ്പൊ നിങ്ങൾ നഫ്സുൽ മുത്മഇന്റെ ആളാണെന്നാണ് ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നിങ്ങൾക്കത് കേൾക്കാണ്ട് സന്ദർഭമുണ്ട്, അതെപ്പോഴാ? മരിക്കുന്ന നേരത്ത്. കാരണം മരിക്കുന്ന നേരത്ത് മലക്കുകൾ വന്നിട്ട് അത്തരത്തിൽ ഈമാനും ഇഖ്ലാസും ഉള്ള ആളുകളോട് സലാം പറയും, സന്തോഷം പറയും, അവരോട് സ്വർഗത്തിന്റെ സന്തോഷം പറയും, ഒന്നും പേടിക്കണ്ടെന്ന് പറയും, ഒന്നും ബേജാറാകണ്ടെന്ന് പറയും. അത് ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. ആ ആയത്തിന്റെ തഫ്സീർ അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എല്ലാ സന്ദർഭത്തിലും വന്ന് പറയാൻ വെക്കാൻ നല്ലത്. എപ്പോഴാ? ജീവിതകാലത്ത് വന്ന് പറയോ? ജീവിതകാലത്ത് മലക്കൾ വന്ന് പറയും. കാരണം ജീവിതകാലത്ത് വന്നിട്ടാണല്ലോ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് വിഷമൊന്നും വേണ്ട എന്ന് മലക്ക് പറഞ്ഞേ. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് അല്ലാഹു തആല ഒരു പരിശുദ്ധനായ ഒരു കുട്ടിയെ തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ശല്യം ചെയ്യാൻ വന്നതൊന്നല്ല, ഞാൻ റബ്ബിന്റെ ദൂതനാണ്, മലക്കാണ് എന്ന് വന്ന് അറിയിച്ചപ്പോഴാ ഹയാത്ത് കാലത്തല്ലേ.
അപ്പൊ ഹയാത്ത് കാലത്തും മൗത്തിന്റെ നേരത്തും ബാസിന്റെ നേരത്തും എല്ലാ സമയത്തും ഉണ്ട് എന്ന് വെക്കലാ നല്ലത് എന്ന് അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്തിന്റെ തഫ്സീൽ അവിടെ കൊടുത്തു. അപ്പൊ മലക്കുകൾ അങ്ങനെ വന്ന് മലക്കുകൾ വരില്ല, അത് വേറെ വിഷയം. മലക്കുകൾ വരും, അതിൽ തർക്കമൊന്നുമില്ല, ധാരാളം തെളിവുണ്ട്. മലക്കുകൾ വന്നിട്ട് അങ്ങനെ ഒരു പറച്ചിൽ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർളിയ എന്നൊരു പറച്ചിൽ നിങ്ങളോട് നടത്തുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. അതെപ്പോഴാ? ഇന്ദൽ മൗത്തി, മരണത്തിന്റെ നേരത്ത്. നമ്മുടെ നഫ്സിനെ ആ നഫ്സിന്റെ തോന്നലുകളിൽ നിന്ന് പിന്തിരിപ്പിച്ച് യഥാർത്ഥ വഴിയിലേക്ക് വിടണം. അതിന് പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് പോയിന്റിലെങ്കിലും നമ്മൾ അങ്ങനെ ആയി വരണം. എപ്പോ? മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പെങ്കിലും അള്ളാഹുവുമായുള്ള വിചാരവും ഭാവവും നന്നാക്കി അള്ളാഹുവിലേക്ക് ശരീരം മടങ്ങാൻ തയ്യാറാക്കി പക്വമാക്കി ഇനി ഞാൻ മരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്ന ഒരു ബോധത്തിലുള്ള തയ്യാറെടുപ്പ് നടത്തി പോകുന്നൊരവസ്ഥ. മരിക്കുന്ന ഏതായാലും ഉറപ്പല്ലേ, അതിൽ തർക്കമല്ലല്ലോ. പക്ഷെ ആ മരിക്കുന്ന നേരത്ത് തുമനീയത്തുൽ ഖൽബോടെ പോവുക. അതാണ് നിങ്ങൾ മരിക്കുമ്പോൾ അല്ലാഹു തആലാനെ കൊണ്ട് വിചാരം നന്നാക്കിയിട്ടല്ലാതെ മരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. അള്ളാഹു എന്നെ കഴിയുകയില്ല, എനിക്ക് അള്ളാഹു റഹ്മത്ത് തരും, ഞാൻ ചെയ്ത ഹസനാത്തുകൾ അള്ളാഹു സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടുള്ള പോക്ക്. അത് ഉയർന്ന ഭാവത്തിലാണ് മഹാരഥന്മാരിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മരണത്തിന്റെ ആ നേരത്തുള്ള യാത്ര അവർ ഒരു സന്തോഷത്തോടുള്ള പോക്കായിട്ടാണ് അവർ കണ്ടത്. വല്ലാത്തൊരു സന്തോഷത്തോടെ, ചെറിയ സന്തോഷത്തോടെ അല്ല. ആ നേരത്തെ അങ്ങനെ ഒരു തുമഇനീനത്ത് ആ മനുഷ്യന്മാർക്ക് വരും എന്നാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന വിശദീകരിച്ച് മഹാൻ പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അറാദ ഖബ്ല അബ്ദിഹിൽ മുഅ്മിൻ, അല്ലാഹു അവന്റെ വിശ്വാസിയായ മുഅ്മിനായ അടിമയുടെ റൂഹ് പിടിക്കാൻ ഉദ്ദേശിച്ചാൽ ഇത്മഅന്നത്തിൻ നഫ്സു ഇലൈഹി, ആ മുഅ്മിനായ മനുഷ്യന്റെ നഫ്സ് അല്ലാഹുവിലേക്ക് സായുജ്യമടയും, ശാന്തതയുള്ളതാകും. വതുമഅന്ന ഇലൈഹാ, അല്ലാഹു ആ ശരീരത്തിലേക്കും ചായും, അല്ലാഹു ആ ശരീരത്തിലേക്കും ശാന്തതയുണ്ടാകും. വറളിയത്ത് അനില്ലാ, ഈ ശരീരം അല്ലാഹുവിനെ തൃപ്തിപ്പെടും. വറളിയല്ലാഹു അൻഹാ, അല്ലാഹു ആ ശരീരത്തെയും തൃപ്തിപ്പെടും. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോ അമറ ബി ഖബ്ലിഹാ, അല്ലാഹു കൽപ്പിക്കും ആ ശരീരത്തിന്റെ ആത്മാവിനെ പിടിക്കാൻ. അങ്ങനെ ഫാദഖലഹൽ ജന്ന, അല്ലാഹു ആ ആത്മാവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, സജ്ജനങ്ങളെ പട്ടികയിൽ ചേർക്കും. അങ്ങനെ മരിക്കുന്ന നേരത്ത് നല്ലൊരു ഹുസുല്ലനോട് കൂടെ അതിന് നമുക്ക് മാർഗമുണ്ട്. തുമനീനത്തിന്റെ അഫ്സിലേക്ക് മാറ്റിയെടുക്കാൻ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞൊരു ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദി. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, നമുക്കൊക്കെ പരിചയമുള്ള ഹദീസാണ്. നിങ്ങളിൽ ആരും പൂർണ്ണ മുഅ്മിനുകളാവുകയില്ല, ഞാൻ അവരിലേക്ക് മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും പ്രിയപ്പെട്ട ആളാകുന്നത് വരെ. അത് വിശദീകരിച്ച് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫീഹി തിൽമീഹുൻ, ഇതിൽ ഒരു സൂചനയുണ്ട്, ഇലാ ഖളിയത്തിൻ നഫ്സിൽ അമ്മാറാവൽ മുത്മഇന്ന, നഫ്സ് അമ്മാറയും നഫ്സ് മുത്മഇന്നയും താല്പര്യപ്പെടുന്ന വിഷയത്തിലേക്ക്. കുറ്റകൃത്യങ്ങളുടെ നല്ല വാസനയും അതിൻ്റെ നല്ല പ്ലാനിങ്ങും അതിൻ്റെ സന്തോഷവും അത് തിരക്കേടില്ല എന്ന മനോഭാവവും തോന്നുന്ന നഫ്സു അമ്മാറയും അതിനോട് പൂർണ്ണമായി വിയോജിപ്പും നല്ല അമലുകൾക്ക് മനസ്സിൽ വല്ലാത്ത താല്പര്യവും മധുരവും ആനന്ദവുമുള്ള നഫ്സു മുത്മഇന്നയും രണ്ടും ഈ ഹദീസിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഫഇന്നമൻ റജഹ ജാനിബൽ മുത്മഇന്ന, മുത്മഇന്നായ ശരീരത്തിന്റെ ഭാഗം മുൻതൂക്കമുള്ള ആള്, കാന ഹുബ്ബുഹു ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാജിഹ, അവന്റെ ഇഷ്ടം നബിതങ്ങളോടുള്ള ഹുബ്ബ്, സ്നേഹം അത് കൂടുതലായിരിക്കും. അതെങ്ങനെ പ്രകടമാകാം? അവന്റെ ജീവിതത്തിലെ ചുറ്റുപാടുകളും കാര്യങ്ങളിൽ നിന്നും അത് പ്രകടമാകും. അഥവാ തങ്ങൾ ഇഷ്ടപ്പെടുന്ന വഴിക്ക് അവര് അത്തരത്തിൽ സഞ്ചരിക്കും. സഹാബിമാരെ പറ്റിയും പറയാൻ നമുക്ക് ധാരാളം ഉദാഹരണങ്ങളുണ്ടല്ലോ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിഷയത്തിൽ നിന്നാണെങ്കിലും ഏർപ്പാടിൽ നിന്നാണെങ്കിലും വിരമിക്കുന്ന ഒരു നേരമാണ്
അല്ലാഹു അക്ബർ എന്ന് കേട്ടാൽ. സ്വഹാബത്തിന്റെയും ആ വിഷയം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഖുർആൻ അവരെ പറ്റി പറഞ്ഞത് റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സക്കാ. അവരൊക്കെ ഒരു 1-ാം നമ്പർ ആൺകുട്ടികളാണ്. എന്താ അവരുടെ സ്വഭാവം? ഏത് കച്ചവടവും ഏർപ്പാടും ബിസിനസ്സും ഒന്നും അൻ ദിക്രില്ലാഹി അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന് അവരെ മാറ്റിമറിക്കൂല. ഇഖാമിസ് സ്വല നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിൽ നിന്ന് മാറ്റിമറിക്കൂല. ഈ ആയത്തിറങ്ങിയത് ആരെ പറ്റിയ? അഹ്ലുൽ അസ്വാഖിനെ പറ്റിയാണ്. അങ്ങാടിയിൽ ജോലി ചെയ്യുന്ന സ്വഹാബിമാരെ പറ്റി. വാങ്ക് കേട്ടാൽ ജോലി നിർത്തി ജമാഅത്തിന് വന്നു. പിന്നെ അവർക്ക് ചിന്ത ഇതാ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, തങ്ങൾക്ക് ഞങ്ങളെയും അറിയാം, ഞങ്ങൾക്ക് തങ്ങളെയും അറിയാം. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാങ്ക് അങ്ങോട്ട് മുഴങ്ങിയാൽ പിന്നെ കന്നഹു ലാ യഅരിഫുന, ഞങ്ങളെപ്പറ്റി തങ്ങൾക്ക് അറിയാത്ത പോലെ. പിന്നെ തങ്ങളെ ശുഗല് വേറെയാണ്, ചിന്ത വേറെയാണ്, വിഷയം വേറെയാണ്. അപ്പൊ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വിഷയമാണ് സ്വഹാബത്തിനും ഇഷ്ടം. അതാണ് സൗദിയിലൊക്കെ അങ്ങനെ വരാൻ കാരണം. നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ സ്വലാ പറഞ്ഞ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ആൾക്കാർ പറയും അവർ സ്വലാ എന്ന് പറയുള്ളൂ, ഒരു നിസ്കാരത്തിന് പോകില്ല, അതുകൊണ്ട് നമ്മളും പോണ്ടാന്ന്. അങ്ങനെ കണക്കാക്കുക. ആ മുത്തപ്പന്മാർ പോകൂല, ഓല് പോകൂല, പിന്നെ നമ്മളോട് ഒരു പറയണോ നമ്മളും പോണ്ട. എന്നാ പിന്നെ പൂട്ടില്ല, ഷട്ടർ താത്തും. പിന്നെ എവിടെ? പിന്നെ റൂമിൽ പോയി ഏസിട്ടാണ് ഉറങ്ങും. കുറച്ചു നേരമാണെങ്കിൽ കുറച്ചു നേരം വിശ്രമിക്കും. ചോറും കഴിച്ച് അവിടെ നിൽക്കാതെ നിസ്കരിച്ചുകൊണ്ട് പോരും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അതിനൊന്നും തടസ്സമല്ല, അത് നിർത്തിക്കോളൂ, പരിസരത്ത് തന്നെ പള്ളിയുണ്ട്, ഇപ്പോൾ ജമാഅത്തിന് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കൽ അങ്ങനെ. സ്വഹാബത്തിന്റെ അവസ്ഥ എങ്ങനെ? അവർ തോട്ടത്തിലാണെങ്കിലും മറ്റൊക്കെ പണി അങ്ങോട്ട് നിർത്തും. തൽക്കാലം നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചേറുണ്ടെങ്കിൽ അതങ്ങോട്ട് കഴുകി വേഗം പള്ളിക്കണ്ട് വരും വാങ്ങണം കേട്ടാൽ. അത് അവരുടെ വല്ലാത്തൊരു ഹുബ്ബാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബാണ്. അതുകൊണ്ട് ആ ഖുർആൻ ഓലെ പറ്റി റിജാലുൻ, അവർ സാധാ ആൺകുട്ടികളല്ല, മഹത്തുള്ള ആൺകുട്ടികളാണ്. ആ റിജാലു എന്നുള്ള വാക്ക് തന്നെ എത്ര വിശദീകരിച്ചിരുന്ന മഹാന്മാര്. അവരെല്ലാവരെയും പോലെ പുരുഷന്മാരായി അവരെ കണക്കാക്കിയ പോരാ. അവരിലാണ് ശരിക്കും ആണത്വം പൂർണ്ണാർത്ഥത്തിൽ രൂപപ്പെട്ടു വരുന്നത്. എന്താണ് ആ ആണത്വത്തിന്റെ അടയാളം? എത്ര വലിയ വിഷയം ഉണ്ടെങ്കിലും അല്ലാഹുത്തആലാന്റെ റൂട്ടിലും നിസ്കാരം ഇഖാമിസ്സലാത്ത് നിസ്കരിക്കാന്നല്ലാർന്ന് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുന്നതിലും അവർക്ക് ഒരു ശുഗലും തടസ്സാവൂല, ഒരു ജോലിയും അവർക്ക് മാർഗാവൂല. അവരിങ്ങോട്ട് വരും. കുട്ടികളെങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ വാങ്ക് കേൾക്കുന്നത്. പിന്നെയും ആണെങ്കിൽ അയാൾ കളിപ്പിച്ച, പക്ഷെ വാങ്ക് കേട്ടപ്പോൾ അയാൾ നാ കുട്ടീനെ പിടിച്ചോ, കുട്ടീനെ കൊടുത്തു. അയാൾ വേഗം ഡ്രസ്സ് മാറി ഒന്നു കൊടുത്തു, അയാൾ പള്ളിയേക്ക് വന്നു. അപ്പൊ ഏതാപ്പം അയാൾക്ക് കൂടുതൽ മുൻതൂക്കം? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണോ മുൻതൂക്കം? എന്നാ അയാൾക്ക് നഫ്സ് മുത്മയിന്നുണ്ട്. അല്ല അതിൽ നിന്ന് പിന്നോട്ടാണോ? എന്നാ നഫ്സുൽ അമ്മാറ കൂടുതലുമാണ്. ഇമാം നബി തങ്ങൾ പറഞ്ഞു, വമൻ റജ്ജഹ ജാനിബൽ അമ്മാറ, ശരീരത്തിന് തോന്നുന്നത് എങ്ങനെയാണോ അങ്ങനെ അങ്ങോട്ട് ചെയ്യാന്നുള്ള ഭാഗമാണ് മുൻതൂക്കമെങ്കിൽ കാന ഹുക്മുഹു ബിൽ അക്സി, നബി തങ്ങളോടുള്ള ഹുബ്ബ് അയാൾക്ക് പറ്റ കുറവാണ്. നഫ്സുൽ അമ്മാറയാണ് അയാൾ മുൻപിൽ നിൽക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുബ്ബ് വെക്കുക, അത് നഫ്സുൽ മുത്മഇന്നയുടെ പ്രധാനപ്പെട്ട മാർഗമാണ്. എല്ലാ മേഖലകളിലും നമുക്ക് അറിയുന്നതൊക്കെ അമൽ ചെയ്താൽ തന്നെ മതി. ഏറെക്കുറെ ഇനി കുറെ കാര്യങ്ങൾ അറിയണമെന്നല്ല, അറിയുന്നതൊക്കെ ചെയ്യാം. അറിയുന്നത് ചെയ്യാൻ നമുക്ക് കഴിയോ? അറിയുന്നത് ചെയ്യാൻ നമ്മളെല്ലാവരും തയ്യാറാകുമോ? എവിടെ തയ്യാറാണ്? എത്ര അറിയുന്ന വിഷയങ്ങളുണ്ട്, ഇതുവരെ അത് പൊടി തട്ടി മുന്നോട്ട് വരാത്ത എത്ര ഉണ്ട് നിങ്ങൾ ആലോചിച്ചു. എല്ലാവർക്കും അറിയുന്ന, ആർക്കും അറിയാതിരിക്കാൻ ചാൻസ് ഇല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണ് വുളു എടുത്തു കഴിഞ്ഞാൽ ഒരു ശ്രേഷ്ഠമായ ദുആ ഉണ്ട്. ആ ദുആ പറഞ്ഞാൽ വലിയ മഹത്വം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എത്ര ആൾ ദുആർക്കും? എത്ര ആൾ ദുആർക്കും? ജമാഅത്തിന്റെ ലാസ്റ്റ് ഒരു ഘട്ടം, ജമാഅത്ത് നഷ്ടപ്പെടാത്ത അവസ്ഥയിലേക്ക് ആകുന്നവരെയുള്ള ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ രണ്ടാം ജമാഅത്ത് പ്രതീക്ഷിക്കുകയാണെങ്കിൽ അതും കിട്ടും. അപ്പോഴൊക്കെ ആ ദിക്റ് ചൊല്ലൽ വലിയ സുന്നത്തുണ്ട്. ഖദ് ഖാമത്തി സ്വലാ എന്ന് പറയാലും അത് ചൊല്ലൽ സുന്നത്തുണ്ട്. ഓടി മണ്ടിയും കൂടി ചാടി പോകണമെന്നില്ല. അത് ചാടി ബുഗണ് വരിക, സുഫുഖാൻ ചാടി ബുക ചെയ്യുക, ഒറ്റ ബുഗല്. ഔദങ്കരയിൽ നിന്ന് 2 കാലം കൊണ്ട് ഇവിടെ എത്തണം, 4ാം സുഫിലെത്തണം.
അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. എന്തിനാ അതിൻ്റെ ആവശ്യം? അത് വലിയ താല്പര്യമാണെന്ന് ഇങ്ങനെ കരുതും. അത് അത്ര വലിയ ഉഷാറുള്ള കാര്യമൊന്നുമല്ല. മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് സലാം കൂട്ടി വെക്കുമ്പോൾ സൊഫിലൊന്നും പെടാതെ ഒരാളുടെ ബാക്കിൽ നിസ്കരിച്ചു, ഒറ്റ ആൾ. അപ്പോൾ തങ്ങൾ ചോദിച്ചു, എന്താ ഒരാൾ മാത്രം അവിടെ? ബാക്കിയുള്ളവരൊക്കെ സൊഫിലാണ്, ഒരു സ്വഹാബി ഒറ്റയ്ക്ക് ബാക്കിൽ കുറേ അപ്പുറത്ത്. ഇപ്പം എന്താ അവിടെ വെച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നബിയെ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നി തങ്ങളിപ്പോൾ റുക്കൂക്കാണ് പോയാൽ റക്കാത്ത് കിട്ടൂലല്ലോ, അപ്പം ഞാൻ ഇവിടെ എത്തിയപ്പോൾ കയ്യാണ് കെട്ടിയിട്ട് റുക്കൂക്കാണ് പോയതാണ് പറഞ്ഞു. തങ്ങളിപ്പോൾ റുക്കു ഞാനവിടെ എത്തുമ്പോഴത്തും റുക്കുവിന് തങ്ങൾ നീക്കുന്നു തോന്നിയപ്പോൾ ഈ റക്കാത്ത് പോകണ്ടെന്ന് എഴുതിയിട്ട് ഇവിടെ എത്തിയപ്പോൾ കയ്യാണ് കെട്ടി. ജമാഅത്ത് കിട്ടും, ജമാഅത്തിന് കുഴപ്പമില്ല, ജമാഅത്ത് കിട്ടും. അതിപ്പോൾ 300 രൂപ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട്? ഇതൊന്നും 300 രൂപയായില്ല. ഒരേ ബിൽഡിങ്ങിൽ തന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ചില്ലറ നിബന്ധനയോട് 300 രൂപയല്ലേ പരിധി പറഞ്ഞത്. എത്ര ഉണ്ട് 300 രൂപ എന്നുള്ളത്? അപ്പോൾ ജമാഅത്ത് അടി കിട്ടും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അങ്ങനെ വേണ്ട. ഇതാ അത്തയ്തു മുസ്സല, നിങ്ങൾ നിസ്കാരത്തിന് വരുമ്പോൾ ഫൗത്തൂഹ, നിസ്കാരത്തിന് നിങ്ങൾ വരണം. വഅലൈക്കും ബിസ്സക്കീന, നല്ല സമാധാനത്തോടെ ഒതുക്കത്തോടെ അതിൻ്റെ കാര്യങ്ങൾ ചിട്ടവട്ടങ്ങളൊക്കെ നിർവഹിച്ച് വന്നാൽ മതി. ഒക്കെ കിട്ടിയില്ലെങ്കിൽ ഫമാ അദ്റക്തും ഫസല്ലു, കിട്ടിയത് ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുക. ഫമാ ഫാത്തക്കും ഫാത്തിമു, കഴിഞ്ഞത് ബാക്കി നിങ്ങൾ ഒറ്റക്കും നിസ്കരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചേക്കാണ് എത്ര ആൾക്കാർക്കുണ്ട് ആ വിവരം. ഈ ഉളൂവിൻ്റെ ശേഷമുള്ള ഈ ശ്രേഷ്ഠമായ ദിക്റെല്ലാം എന്നാൽ നമ്മുടെ മുൻഗാമികളൊക്കെ നമ്മളെത്ര വേദമൊന്നും കേട്ടിട്ടില്ല, കുറഞ്ഞ വേദ ഇവർ കേട്ടിട്ടുള്ളൂ. അതിനെ പണ്ടത്തെ കാലത്ത് ചൂട്ടും കത്തിച്ച് പോയി കേട്ടാ വേദ അത് കുറച്ചേ കേട്ടിട്ടുള്ളൂ. കൊല്ലത്തിൽ അങ്ങനെ എല്ലാ ദിവസവും വേദ ഉണ്ടാവില്ല. ഇപ്പോൾ 24 മണിക്കൂറും വേദല്ലേ. അതാ ഞാൻ പറഞ്ഞ അമല് ചെയ്യുക, അവിടെ ഇപ്പോൾ നമുക്ക് കുറവുള്ളേ. ചെയ്യുന്നിടത്ത് വലിയ കുറവുണ്ട്, ഒരു കുറവും 2 കുറവൊന്നല്ല, വലിയ കുറവുണ്ട്. സുന്നത്തുകൾ പരിരക്ഷിക്കപ്പെടുന്നിടത്ത് തീർത്തും കുറവുണ്ട്. അത് ചോദിച്ചാൽ ആൾക്കാർക്ക് കിട്ടുക, ആൾക്കാർക്ക് കിട്ടൂല. കൂടുതൽ ആൾക്കാർക്കും വീട്ടിൽ കയറുമ്പോൾ എന്താ ദിക്ർ വെച്ചാൽ അപ്പോൾ പറയും ബിസ്മില്ലാഹി, ഇറങ്ങുമ്പോൾ എന്താ ദിക്ർ ബിസ്മില്ലാഹി എന്ന് പറയും. അതിലപ്പുറമൊന്നും കിട്ടൂലല്ലോ. വീട്ടിൽ കണ്ട് കയറുമ്പോൾ എന്താ ദിക്ർ അല്ലാണ്ട് ബിസ്മില്ലാഹി ചൊല്ലും, പിന്നെന്തായാലും തവക്കൽത്തുള്ളതാണോ, സുബ്ഹാനക്കൽ ഖുദ്ദൂസ്ന്നോ. പിന്നെ ചൊല്ലേണ്ട ശ്രേഷ്ഠമായ ദിക്റുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്നാ വ ബിസ്മില്ലാഹി ഖറജ്നാ വ അലല്ലാഹി റബ്ബിനാ തവക്കൽനാ. ഇനി ആര് പഠിച്ച് ചെല്ലാനാ? നമ്മളൊന്നും ഇത് കേട്ട് പഠിച്ചില്ലെന്നില്ല, പിന്നെ ആരായി ചെല്ലേണ്ടത്? ആർക്കത് വേണ്ടേ? അപ്പൊ നമ്മൾ കഴിവിന്റെ പരമാവധി ആ ഇൽമ് പ്രാക്ടിക്കലാക്കാൻ വേണ്ടത്, അവിടെയാണ് വിഷയം. അപ്പോഴാണ് ഈ പറഞ്ഞ വിഷയം മുൻതൂക്കായി വരിക. ഏത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ കൽബിൽ ഹുബ്ബ് കൂടുതലായി വരണമെങ്കിൽ അവിടുത്തെ സുന്നത്ത് നമ്മൾ കഴിവിന്റെ പരമാവധി ഹയാത്താക്കണം, ജീവിപ്പിക്കണം. അപ്പോഴാണ് നടക്കുക. അപ്പൊ ആ സുന്നത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ അനുകരിക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ എണ്ണിയാൽ ധാരാളമുണ്ട്, 1 2 അല്ല, ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അങ്ങനെ കണക്കാക്കേണ്ടതുണ്ട്. അപ്പൊ ആ വിഷയങ്ങളിലൊക്കെ നമുക്ക് തികഞ്ഞ ബോധവും അറിവും വേണം. ഇപ്പൊ ഉളൂവിന്റെ ശേഷമുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വം ചില്ലറ മഹത്വമല്ല. 1 ഹദീസിൽ 2 ഹദീസിൽ 3 ഹദീസിലൊന്നല്ല, ധാരാളം ഹദീസിൽ വന്നിട്ടുണ്ട്. അത് മുത്തഫഖുൻ അലൈഹിയായ വിഷയമാണ്. ആർക്കും ആ വിഷയത്തിൽ തർക്കമല്ല. എല്ലാ പള്ളിയിലുണ്ടല്ലോ ദിക്ർ, നമ്മളെ പള്ളിയിൽ മാത്രമല്ല, എല്ലാ പള്ളിയിലുണ്ട്. എല്ലാ പള്ളിയിലും എന്ന് പറഞ്ഞാൽ എല്ലാ പള്ളിയിലുണ്ട്. ഇന്ന് കൂട്ടുപ്രാർത്ഥന വേണ്ടാന്നിടത്തും ആ പള്ളിയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ആ ശ്രേഷ്ഠമായ ദിക്റിൽ നിന്ന് നമ്മൾ പിന്തിരിയേണ്ടതില്ല. എന്നാ ആ ദിക്റേ വുളൂവിന്റെ ശേഷമല്ല, കുളിന്റെ ശേഷം സുന്നത്തുണ്ട്. അത് നമ്മളാരോ ചൊല്ലിയുടെ കാലം വരെ. അറ്റാച്ച്ഡ് ബാത്റൂമിൽ നടക്കൂല കേട്ടോ. ഹമ്മാമില്ലേ, കുളിപ്പര മാത്രമുള്ള, നിങ്ങൾ വീടിന്റെ പുറത്തുണ്ടാക്കുമ്പോഴേ അവിടെയും വരലേക്കരുത്. അവിടെ ചില ആൾക്കാർ വരലേക്കും, എല്ലായിടത്തും വരലേക്കരുത്. അത്ര സുഖമുള്ള ഏർപ്പാടല്ല. വീടിന്റെ പുറത്ത് ഉണ്ടാക്കുമ്പോൾ പിന്നെ ഖലാ വേറെയും വിസർജിക്കാനുള്ള ഭാഗം വേറെയും ഇപ്പുറത്ത് കുളിക്കാനുള്ള വേറെ ഉണ്ടാക്കണം. ആ കുളിപ്പുരേന്ന് അത് ചൊല്ലാൻ പറ്റും. തനിച്ച കുളിപ്പുരയാണെങ്കിൽ അവിടെ മൂലക്ക മറ്റേ സാധനം ചാരിക്കാനോ പറ്റൂല കേട്ടോ. ഏതാ ഇരുന്നിട്ടുള്ള യൂറോപ്പ് അത് പറ്റൂല. അതുണ്ടെങ്കിൽ അതിൽ കൂട്ടുപോയി അത് മൊത്തം ഇല്ല കൂട്ടുക. അതിന് ഏക്കറക്കണക്കിന് നീളുണ്ടെങ്കിലും ശരി. ചില സ്ഥലത്ത് അങ്ങനെയാണ്, പോകാനുള്ള വഴി ഒരുപാടുണ്ടാവും, മറ്റേ മൂലക്ക് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടാവും കുറച്ച്. അങ്ങനെയാണെങ്കിൽ ചില അങ്ങനെ പരിഗണിക്കാം. ഇത് കുളിപ്പര ഹമ്മാമ് മാത്രമാണെങ്കിൽ, ഹമ്മാമനെ കുളിക്കാനുള്ള സ്ഥലം മാത്രം, അലക്കലും ചിലപ്പോൾ നടക്കും. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് നടക്കും. തല തോർത്തുന്നതിന് മുമ്പ് കിബിലാക്ക് തിരിഞ്ഞ് നിൽക്കുന്നില്ല.
പഴയ കാലത്തൊക്കെ കുളിയൊക്കെ പുറത്തുനിന്നാണ് ഉണ്ടാക്കുക. പുരുഷന്മാരൊക്കെ പുറത്തുനിന്നാണ് കുളിക്കുക, പെണ്ണുങ്ങൾ ഉള്ളിന്ന് കുളിക്കും. അതെങ്ങനെ വേണ്ടി? ഇപ്പോൾ നമ്മളും ആ അറ്റാച്ചിൽ തന്നെ നമ്മളും കുളിക്കണേ. നമ്മൾ ഒതു കൊടുക്കണോ ആ അറ്റാച്ചിൽ തന്നെ. പുറത്ത് പൈപ്പ് ഉണ്ടായാലും ഇറങ്ങി കൊടുക്കില്ല. ആ അറ്റാച്ച്ഡ് ബാത്റൂമിൽ നിന്ന് ഔദും ബിസ്മിയൊക്കെ ചെല്ലാൻ പറ്റുമോ? അശ്വല്ലാലൊക്കെ ചെല്ലാൻ പറ്റുമോ? എന്നാൽ ഈ പുറത്തെ പൈപ്പ് എന്തിനാ? അത് സൽക്കാരത്തിനന്ന് കയ്യേക്കാൻ മാത്രമുള്ളതാ. അവിടെ നിർത്താൻ പോരെ? അവിടെ നിൽക്കുമ്പോൾ സുഖമായിട്ട് ദിക്ർ ചെല്ലാലോ, എത്ര എളുപ്പമുണ്ട് അല്ലേ? പിന്നെന്തിനാ ഉള്ളിൽ തന്നെ കയറി പോണ്? അപ്പോഴും ആവിനാ മണക്കോടത്തേക്ക് തന്നെ പോയി കൊടുക്കുക ഔദ് കൊടുക്കാൻ. അത് നമ്മൾ ശീലിക്കേണ്ടതാ, പുറത്തുനിന്ന് ഔദ് കൊടുക്കുക. കുളി അങ്ങനെ. ഇനി അവിടുന്ന് ദിക്ർ ചെല്ലാൻ പറ്റൂലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് വരുന്ന ഭാഗത്ത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ചെരുപ്പിട്ട് ആ കുളി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് തല തോർത്തുന്നതിന് കുറച്ച് സമയം മുമ്പ് ഈ ദിക്റൊന്ന് ചെല്ലിയാൽ അവിടെ ഈ പറഞ്ഞ ശ്രേഷ്ഠതകളില്ലേ? എത്ര വലിയ സന്തോഷമുള്ള ദിക്റാ. അപ്പം ഞാനത് ഒരു ദിക്ർ പറയാൻ കാരണം നമുക്കൊക്കെ അറിയാവുന്നതായതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അറിയുന്ന വിഷയങ്ങൾ തന്നെ നമ്മളങ്ങ് ചെയ്താൽ മതി. എന്നാൽ തന്നെ ഈ പറഞ്ഞ രൂപത്തിൽ നഫ്സുൽ മുത്മയിന്ന കിട്ടും. അള്ളാഹു അങ്ങനെ നഫ്സുൽ മുത്മയിന്നയിലേക്ക് നമ്മളെ ഉയർത്തുമാറാകട്ടെ. അതിന് ചില്ലറ വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൽ ഇമാം നബി റളിയല്ലാഹു അൻഹു ആ ഹദീസ് വിശദീകരിച്ചെടുത്ത് പറഞ്ഞതാ. മുത്മയിന്നായ നഫ്സിന്റെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പുള്ള കൽബിന്റെ മനസ്സിന്റെ ആളാണെങ്കിൽ, സന്തോഷമുള്ള ആളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബ് അത് കൂടുതലായിരിക്കും. ആ ഹുബ്ബിന്റെ അടയാളങ്ങളും അയാളിൽ കൂടുതലായിരിക്കും. എന്താ അയാൾ അങ്ങനെ ചെയ്യുന്നത്, എന്താ അയാൾ അങ്ങനെ പ്രവർത്തിക്കുന്നത്, എന്താ അയാൾ ആ ചൊല്ലുന്നത്, അതിൻ്റെയൊക്കെ പിന്നിലെ മർമ്മം ഒന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബാണ്. ആ ഹുബ്ബ് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ സുന്നത്തുകളൊക്കെ നമ്മൾ പാലിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഒക്കെ അത്തർ തേക്കും അല്ലേ? അത്തർ തേക്കുന്ന സുന്നത്തല്ലേ? എന്നിട്ട് എവിടെ അത്തർ തേക്കൽ? റമളാൻ മാസത്തിലല്ല. റമളാൻ മാസത്തിൽ ഇപ്പോൾ അത്തർ തേക്കണ്ട, പകൽ തേക്കണ്ട, രാത്രി അത്താഴത്തിന് നേരത്തെ തേക്കൽ സുന്നത്തുണ്ട്. വസുന്ന തത്വയ്യുബുൻ വക്ത സഹരി, അത്താഴത്തിന്റെ സമയത്ത്, വാങ്കുർത്തിന്റെ ശേഷമല്ല കേട്ടോ, അത്താഴത്തിന് മുമ്പ് അത്താഴത്തിന്റെ സമയത്ത് അത്തർ തേക്കൽ സുന്നത്താണ്. അത്തർ പൂശൽ അത് റമളാനിലും അല്ലാത്ത സമയത്ത് എണീക്കുമ്പോൾ അപ്പോഴും. അത്തർ തേക്കേണ്ട നല്ല ഒരു സ്ഥലമുണ്ട് പുരുഷന്മാരും സ്ത്രീകളൊക്കെ. അത് കിടന്നുറങ്ങുന്ന കിടപ്പറയാണ്. അവിടെ ഒന്നായിട്ട് ചൂരും ചുക്കാന്തിയും മണക്കുക. അത്തറാണെങ്കിൽ അലമാരയിൽ ഒരുപാട് ഇങ്ങനെ വരിക്ക് ഇങ്ങനെ. ഇതൊക്കെ കഫംപുടെ കൂടെ ഉള്ളതാ. എന്തിനാ പത്ര തോന്നാൻ അത്ര ഒന്നായിട്ട്? ചോദിച്ചാർക്കും കൊടുക്കേണ്ടി. കാരണം ചോദിക്കലും കറാത്ത്, കൊടുക്കാതിരുന്ന അതും കറാത്ത് പറഞ്ഞ മാതിരിയായി പോയി. എന്നാൽ ഈ അത്തറൊക്കെ ആ കിടക്കുന്ന കിടപ്പറയിൽ പുരുഷനും സ്ത്രീയും, അത് കല്യാണം കഴിച്ചൊരു കൊല്ലെന്നല്ല, എപ്പോഴും പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവർ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴൊക്കെ അവർ ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് നല്ല കുളിച്ച് അത്തർ തേച്ച്, പഴയ കാലത്തൊക്കെ അത്തർ പഞ്ഞിയിലാക്കി കാതിലിങ്ങനെ വെച്ച് കൊടുക്കും. ഇവിടെ എങ്ങനെ വെച്ച് കൊടുക്കും കാതിൻ്റെയും മടക്കിൽ. അത് സ്കൂളിലും മദ്രസയിലും പോകുമ്പോൾ ഏതെങ്കിലും പൊട്ടിയെലിക്കുന്ന വാസന ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ മണത്താൽ സമാധാനമായി. എന്നാൽ പിന്നെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പ്രശ്നമല്ല. അങ്ങനെ അത്തർ തേക്കുന്നത് നല്ലൊരു മാർഗ ബുദ്ധി വികാസത്തിന്. അപ്പോൾ അത് കുട്ടികളെ അങ്ങനെ ചീച്ചിലാക്കി വിടാൻ പറ്റൂല. മദ്രസയിലേക്കും സ്കൂളിലേക്കും ഒക്കെ പോകുന്ന കുട്ടികളെ നല്ല ഫ്രഷാക്കി വിടണം. അത്തറൊക്കെ തേക്കണം. ഒരു കുപ്പിയിൽ അത്തർ ബോക്സിലിട്ട് കൊടുത്താൽ അതും നല്ലതാണ്, കുട്ടികൾക്കും തേക്കാനൊക്കെ സന്തോഷമാണ്. അപ്പം നമ്മൾ പറയും അതൊക്കെ ഒരുപാട് ചിലവല്ലേ. നമ്മളാ ബാഗിൻ്റെയും പാത്രത്തിൻ്റെയും അത്ര ചിലവൊന്നും ഇതിലുണ്ടാവില്ല, ചെറിയ ചിലവൊക്കെ ഉണ്ടാവുള്ളൂ. ഇരിക്കട്ടെ, അത്തർ തേക്കണം, നല്ലതാ, സുന്നത്താണ്. അപ്പം ആ സുന്നത്തായ ആ മുറകൾ നമ്മൾ പാലിക്കണം. ഭാര്യമാർക്കൊക്കെ അത്തർ വാങ്ങിക്കൊടുക്കണം. നോമ്പല്ലാത്ത കാലത്തും നോമ്പിന് രാത്രിയും അത്താഴത്തിനൊക്കെ നിസ്കാരക്കുപ്പായത്തിൽ തേക്കാൻ. നിസ്കരിക്കുമ്പോഴാണ് കൂടുതൽ നശാത്ത് വേണ്ടത്, തേക്കാനാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്തർ തേക്കാതെ തന്നെ ഫഹു മിൻഹുൽ മിസ്കു വൽ അംബർ, മിസ്കും അംബറും തങ്ങളിൽ നിന്ന് അടിച്ചു വീശും. സ്വഹാബിമാരെ അത്തർ തേക്കും, വിലപിടിപ്പുള്ള അത്തർ വാങ്ങി ആ അത്തർ തേക്കും. തങ്ങൾ ഒരു ഹദീസ് പറയുന്ന സദസ്സിൽ അവിടെ ഒരു മുജ്മിർ ഉണ്ടായിരുന്നു. മുജ്മിർ എന്ന് പറഞ്ഞാൽ പുകയിപ്പിക്കുന്ന ആൾ, സുഗന്ധം പുകയിപ്പിക്കുക. മുജ്മിർ അഥവാ പുകയിപ്പിച്ചിട്ടില്ലെങ്കിൽ മൂപ്പർ എവിടെ നോക്കും, മൂപ്പർ വരും, അപ്പോൾ പുകയിപ്പിക്കും. നല്ല ഊതിൻ്റെ 1-2 കൊള്ളികളിട്ട് തീ കത്തിച്ചാൽ നല്ലൊരു വാസന ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന വിഷയങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ധാരാളമുണ്ട്. അതിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തണമെന്നേ ഉള്ളൂ. എന്നാൽ ഈ ഏർപ്പാട് വളരെ സുഗമമാണ്. നമ്മൾ ഈ വിധാനത്തിലേക്ക് ഉയരാൻ നമുക്ക് പടിപടിയായിട്ട് കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ശരീരത്തെ നിയന്ത്രിക്കേണ്ടതും ഉണ്ട്. നഫ്സുൽ മുത്മയിന്നയിലേക്ക് എത്തണമെങ്കിൽ ശരീരത്തെ നിയന്ത്രിക്കണം. അതാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒമാ ഉബദ്ദിഉ നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ. ശരിക്ക് കുറ്റവിമുക്തമായ ശരീരമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ശരീരം. വിനയം കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരത്തെ ഒഴിവാക്കുന്നില്ല. പൊതുവെ ശരീരത്തിന്റെ നഫ്സിന്റെ സ്വഭാവം അമ്മാറത്തും ബിസൂ. പക്ഷെ മഹാനവറുകൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് അന്നവിടെ കുറ്റം ഏറ്റു പറഞ്ഞിരുന്ന പെണ്ണുങ്ങൾ തന്നെ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. സലീഹയും കൂട്ടരും തന്നെ പറഞ്ഞിട്ടുണ്ട്. സലീഹ പറഞ്ഞല്ലോ, അന റാവത്തുഹു അൻ നഫ്സിഹി വ ഇന്നഹു ലമിന സ്വാദിഖീൻ. ഞാൻ എനിക്ക് വേണ്ടി അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്, മൂപ്പര് അതിൻ്റെ ആളൊന്നല്ല. വ ഇന്നഹു ലമിന സ്വാദിഖീൻ, മൂപ്പര് സത്യവാന്മാരിൽപ്പെട്ട ആളാണ്, നല്ല ഉത്കൃഷ്ടരിൽപ്പെട്ട ആളാണ്. ഇങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം അവരോട് അഭിപ്രായം ചോദിക്കാനുള്ള കാരണം എന്താ? ലിയഅലമ അന്നീ ലം അഖുൻഹു ബിൽ ഗൈബ്. ആ രാജാവ് അറിഞ്ഞോട്ടെ, ഞാൻ മൂപ്പർ അദൃശ്യ സമയത്ത്, മൂപ്പരില്ലാത്ത നേരത്ത് മൂപ്പരെ പറ്റിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല എന്ന് അറിഞ്ഞോട്ടെ. വ അന്നല്ലാഹ ലാ യഹ്ദി കൈദൽ ഖായിനീൻ. ഇപ്പൊ എനിക്ക് രാജാവിന് കിട്ടാത്ത, സ്വപ്ന വ്യാഖ്യാതാക്കൾക്ക് കിട്ടാത്ത അറിവ് നൽകി അല്ലാഹു തആല എന്നെ അനുഗ്രഹിച്ചില്ലേ? ഞാനൊരു വഞ്ചന ചെയ്ത ആളാണെങ്കിൽ അള്ളാഹു എനിക്ക് ഇങ്ങനെ ഇൽമു നൽകുമോ? നൽകൂലല്ലോ. ഇതും രാജാവ് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ പെണ്ണുങ്ങളോട് തന്നെ ചോദിക്കാൻ മഹാനവറുകൾ പറഞ്ഞത്. അപ്പൊ മൊത്തത്തിൽ എല്ലാവരെയും പഠിപ്പിച്ചു, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ. പൊതുവെ ശരീരത്തിന്റെ മനസ്സിന്റെ സ്വഭാവം, ഹവയുടെ സ്വഭാവം, അത് കുറ്റകൃത്യങ്ങളെ കൊണ്ട് കൂടുതൽ കൂടുതൽ ആജ്ഞാപിക്കും, കൽപ്പിക്കും. അതിലേക്ക് നമ്മൾ അങ്ങനെ ക്ഷണിച്ചു വരുത്തും, ഒന്നിന്റെ പിറകെ ഒന്നായിട്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ആദ്യം ഒരു നോട്ടം ഉണ്ടാവും. നോട്ടം കഴിഞ്ഞാൽ പിന്നെ നോട്ടം ഇങ്ങനെ ആവർത്തിക്കും. നോട്ടം ആവർത്തിച്ചു വന്നാൽ പിന്നൊരു സംസാരം ആവർത്തിച്ചു വന്നാൽ പിന്നൊരു അടുപ്പം ആവർത്തിച്ചു വന്നാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിന് പിശാച് സൗകര്യപ്പെടുത്തി ഒരുക്കി തന്ന് അവിഹിത ബന്ധങ്ങളും വീഴ്ചകളൊക്കെ ഉണ്ടാക്കാൻ അവൻ വഴിയൊരുക്കുന്ന. അങ്ങനെ ആദ്യം ഒരു നോട്ടം, പിന്നൊരു സംസാരം, പിന്നൊരു സമ്പർക്കം, പിന്നൊരു ഏറ്റുമുട്ടൽ, പിന്നൊരു കാണൽ, അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മുടെ നഫ്സിനെ അവനിങ്ങനെ കൊണ്ടുപോകും. അപ്പൊ അവിടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവാ വേണ്ടത്. ഏതുപോലെ? നോമ്പുകാലത്ത് നമുക്ക് വേണ്ട കഴിവ് പോലെ. നോമ്പുകാലത്ത് എന്താ വേണ്ടത്? നോമ്പുകാലത്ത് വേണ്ട വലിയ കഴിവെന്താ? കുറ്റകരമായ വാക്കും അതനുസരിച്ചുള്ള പ്രവർത്തനവും ഒഴിവാക്കി നിൽക്കാൻ ഒരു കഴിവ് വേണം. അങ്ങനെ ഒഴിവാക്കുന്നില്ലെങ്കിൽ ആ നോമ്പിൽ അല്ലാഹു തആലാക്ക് ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് സ്വീകരിക്കൂലെന്നാ? അല്ല, അള്ളാഹ്ക്ക് ഇപ്പോൾ ആരെയും നോമ്പ് ആവശ്യമുണ്ടോ? അല്ലാഹു തആലാക്ക് കുറ്റവാക്ക് ഒഴിവാക്കാത്തവന്റെയും കുറ്റപ്രവർത്തനം ഒഴിവാക്കാത്തവന്റെയും നോമ്പ് ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വ ശറാബഹു. ഓന് ഭക്ഷണം ഒഴിവാക്കി പാനീയം ഒഴിവാക്കിയിൽ അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാമു തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല അവനിലേക്ക് സ്വീകാര്യതയുടെ നോട്ടം നോക്കൂല എന്നാണ് അതിന്റെ അർത്ഥം. ഓന്റെ നോമ്പ് അല്ലാഹു തആല സ്വീകരിക്കൂല എന്നാ. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവില്ലേ? അത് ചെറിയ കഴിവല്ല, വലിയ കഴിവാണ്. എവിടെ? നോമ്പിന്റെ സമയത്ത് പള്ളേ പൈപ്പ് കൂടുമ്പോൾ അത്തരത്തിലുള്ള വാക്കും പ്രവൃത്തിയും വരാതെ നിയന്ത്രിക്കാൻ. നോമ്പല്ലാത്ത കാലത്ത് നിയന്ത്രിച്ചു മഹാരഥന്മാർ. ബഹുമാനപ്പെട്ട ഇമാമുന് ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം റളിയല്ലാഹുവിനെ പറ്റി ഒരുപാട് പറഞ്ഞുണ്ടാക്കി ഒരു പണ്ഡിതൻ. അയാൾ പണ്ഡിതനാണ്, ഒരുപാട് പറഞ്ഞുണ്ടാക്കി, പലതും പറഞ്ഞുണ്ടാക്കി. ഒരുപാട് വിഷയങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിൽ ഉറക്കെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, അല്ല ഉസ്താദെ, എന്താ അപ്പം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കുറച്ചെങ്കിലൊക്കെ ഒന്ന് മറുപടി പറയണ്ടേ? പൊതുവെയുള്ളൊരു ചോദ്യമാണ്. അത് തെറ്റിദ്ധാരണ ബാക്കിയുള്ള ആൾക്കാർ തിരുത്താനും മറുപടി പറഞ്ഞെന്നുള്ള അർത്ഥത്തിലാണ്. ഷാഫി ഇമാം തങ്ങളെന്താ പറഞ്ഞറിയോ? ഇന്നൽ ജവാബലി ബാബി ഷർരി മിഫ്താഹു. മറുപടി പറയാന്നുള്ളൊരു സുഖമുള്ള ഏർപ്പാടല്ല. അയാളിപ്പോൾ ആ പറഞ്ഞൊക്കെ മോശം. നമ്മളതിൽ ക്ഷമ പാലിച്ചാൽ ഒരു പക്ഷെ അയാളും കൂടി നന്നാക്കാൻ കഴിയും. അതെങ്ങനെ? നമ്മൾ ഇനി അതിന് മറുപടി പറയാൻ പോയാൽ ഇപ്പം അയാൾ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള വിഷയമുള്ളൂ അയാൾക്ക്. ഇനി അയാൾ പലതും നിഷേധിച്ച് മഹാകളവ് പറയും. അപ്പം അയാൾ കുറ്റം ചെയ്യുന്ന പരിധിയിൽ നിന്ന് പുറത്ത്, ഈമാനിൽ നിന്ന് അയാൾ പുറത്തു വയ്ക്കും. അയാൾ ഒന്നുകിൽ മുർത്തദ്ദാവും അല്ലെങ്കിൽ കാഫിറാകും. അപ്പോൾ വലിയ വലിയ വിഷയത്തിലേക്കാണ് പിന്നത് വരിക. അതുകൊണ്ട് നമ്മളെ ശരീരത്തിനും അയാളെ ശരീരത്തിനും നല്ലതിപ്പോൾ എന്താ? മറുപടി പറയാതിരിക്കലാണ്. അത് വലിയൊരു കഴിവ് തന്നെയാണ്, പിടിച്ചു നിൽക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നോമ്പുകാരൻ്റെ ഏറ്റവും വലിയ കഴിവതാണ് അത്തരത്തിലുള്ള വാക്കും പ്രവൃത്തിയും പിടിച്ചു നിൽക്കാനുള്ള കഴിവ്. ആ ഒരു കഴിവില്ലേ സംഗതി വലിയ പ്രശ്ന. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് നിർബന്ധമായ ആദ്യഘട്ടത്തിൽ സ്വഹാബത്തിനോട് പറഞ്ഞു, എല്ലാവരും നോമ്പ് നോറ്റുനോക്കി, നിർബന്ധമായ നോമ്പാണ്, ഒരു മാസം നോൽക്കണം. അപ്പോൾ ആദ്യമായിട്ട് നോമ്പ് വെച്ച കുറേ സഹാബിമാർ വന്നിട്ട് ഉച്ചക്ക് പറഞ്ഞു, നബിയെ ഇത് മുന്നോട്ടുമില്ല എന്നാ മുറിച്ചാൽ. അതെ, ആദ്യമായിട്ട് നോൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയല്ലേ നോക്കിയാൽ, ചെറുപ്പം വലുപ്പം വ്യത്യാസം ഉണ്ടായില്ല. നോമ്പ് ഇതുവരെ ശീലിച്ചിട്ടില്ലാത്ത ഒരാൾ നോക്കാൻ തുടങ്ങിയ ആൾക്ക് അപ്പം അതിൻ്റെ പുളിയും മധുരമൊക്കെ അറിയില്ലേ? ശരിക്കും അറിയും. എങ്ങനെ ഇപ്പോൾ നോമ്പ് അത് ശരിക്കും അറിയും. അപ്പോൾ ഒഴിവാക്കിയത്. ഇനി നാളെ മുതൽ ബാക്കിയോടും രാവിലെ മുതൽ തുടങ്ങാം. അപ്പോൾ വൈകുന്നേരം അസറിൻ്റെ നേരത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ 2 പെണ്ണുങ്ങൾ ആകെ അവശ നിലയിലാണ്, ഓരിപ്പോൾ നോമ്പ് ഒഴിവാക്കിയില്ലെങ്കിൽ മരിച്ചു പോകും, ആ ഘട്ടത്തിലാണ്. ആദ്യം പറഞ്ഞപ്പോൾ നബി തങ്ങൾ അത് അത്ര മെയിൻ ചെയ്തില്ല. രണ്ടാമത് വേറൊരാൾ പിന്നെയും വന്ന് പറഞ്ഞു. പിന്നെയും വന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 പാത്രം എടുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, വീട്ടിൽ നിന്ന് 2 പാത്രം. അവർക്ക് ഛർദ്ദിക്കാൻ വരുമ്പോഴത്തേക്ക് ഛർദ്ദിക്കാൻ പറയും എന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ക്ഷീണം ഉണ്ടാവും, നോമ്പ് മുറിച്ചോട്ടെ. അപ്പോൾ അവർ ഛർദ്ദിച്ചോട് സംഗതി പോയി, ഏകദേശം നോമ്പൊക്കെ പോയി. ഛർദ്ദിച്ച് തിരിച്ച് ആ പാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കുമ്പോൾ മുഴുവനും ഇറച്ചി കഷ്ണങ്ങളും രക്തക്കറകളും രക്തത്തിൻ്റെ നീരുമാണ്, 2 പാത്രവും നിറയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹലാലായ ഭക്ഷണം കൊണ്ട് നോമ്പ് നോറ്റു, അവനാൻ്റെ പുരയുള്ള നല്ല ഹലാലായ ഭക്ഷണം കൊണ്ട്. ഇപ്പോൾ നോമ്പ് തുറന്നതോ അത് ഹറാമായ മാർഗത്തിലായി. ഞാൻ എന്തിനാ അവർക്ക് പാത്രം കൊടുത്തയച്ചതെന്നറിയോ? തങ്ങൾ പറയാണ്, പാത്രം കൊടുത്തയച്ച എന്തിനാണെന്നറിയോ? ഈ മാംസം ഉള്ളിലിരിക്കെ അവർ മരിച്ചുപോയാൽ പോലും നരകത്തിലെത്തും, അതിനെ തൊട്ട് കാവലിന് വേണ്ടിയിട്ട് കൊടുത്തയച്ചതാണ്. അപ്പോൾ അത് പുറത്തും ചാടിക്കോട്ടെ, പച്ചർച്ചി ഉള്ളിൽ തന്നെ നിൽക്കണ്ട, പുറത്ത് ചാടി ബോധ്യപ്പെട്ടാൽ പിന്നെ തൗബ ചെയ്തോളൂ. അത് ബോധ്യപ്പെടുത്താനാണ് പാത്രം കൊടുത്തയച്ചതെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും അവരെ ഉള്ളിലിരിക്കെ അവർ മരിച്ചു പോകുകയാണെങ്കിൽ അവർ നരകത്തിലെത്തും, നരകം അവരെ തിന്നുകയും ചെയ്ത് കടക്കുകയും ചെയ്യേണ്ടി വരും. അപ്പം അവിടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ് വേണ്ടത്. പിടിച്ചു നിൽക്കാൻ വലിയ കഴിവുള്ള ആള് തുമനീനത്തിൻ്റെ നഫ്സിലേക്ക് ഉയരും. ദേഷ്യം പിടിച്ചു നിൽക്കണം, ദേഷ്യം ഒതുക്കണം. അത് പരത്തി പറയണല്ലോ, ഞാൻ ചുരുക്കി പറയാം. ദേഷ്യം ഒതുക്കണം. ദേഷ്യം ഒതുക്കാൻ കഴിവുള്ള ആൾ വലിയ കഴിവുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കലമ വൈലൻ, ഒരാൾ മൂർച്ചുള്ള ദേഷ്യം വന്നിട്ട് അത് ഒതുക്കി നിർത്തി, വഹുവ യഖ്ദിറു അലാ ഇൻഫാദിഹി, നടപ്പിലാക്കാൻ അയാൾക്ക് കഴിയൊക്കെ ചെയ്യും, അടിക്കാൻ കഴിയും, വെട്ടാൻ കഴിയും, മട്ടിലെടുത്ത് താലക്കടിക്കാനോ കഴിയും, എന്തു ചെയ്യാൻ കഴിയും, കുത്താനൊക്കെ കഴിയും. പക്ഷേ അയാൾ അവിടെ പിടിച്ചു നിന്നു. എന്നാ മല അല്ലാഹു ഖൽബഹു അംനൻ വ ഈമാനാ, അവന്റെ കൽബിന് അല്ലാഹു നിറച്ചു കൊടുക്കും അംനൻ, അഭയം, നല്ല സുരക്ഷിതത്വം അവന്റെ കൽബിന് വരും. സാധാരണ കൽബ് പരിഭ്രമിക്കുന്ന ഘട്ടത്തിൽ അവന്റെ കൽബ് പരിഭ്രമിക്കൂല. വ ഈമാനൻ, അല്ലാഹു ഈമാനിനെയും നിറച്ചു കൊടുക്കും. ദേഷ്യം ഒതുക്കിർത്താൻ കഴിയുമോ? നല്ല കഴിവാണ്. ഭാര്യമാരോട് ദേഷ്യപ്പെടുന്ന ഒതുക്കിർത്താൻ കഴിവാണ്. മക്കളോട് കാണാൻ ചില ആൾക്കാർക്ക് ഫുൾ ടൈം ദേഷ്യം. അപ്പം മക്കൾക്കാണെങ്കിൽ ഓലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ചെയ്യും. ബാപ്പാക്കാണെങ്കിൽ വല്യാപ്പാനക്കാരും വയസ്സുണ്ടല്ലോ, എന്നിട്ട് മരിച്ചണമില്ല, എല്ലാ നേരത്തും ഇതിങ്ങനെ കുറു പറഞ്ഞുകൊണ്ട്. അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള ദേഷ്യമൊക്കെ മഹാന്മാർ തിരുത്തിയതാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു മകൻ യസീദിനോട് ഭയങ്കര ദേഷ്യം. ഭയങ്കര ദേഷ്യം. മുആവിയ റളിയല്ലാഹു അൻഹു വന്ന മക്കളൊക്കെ കൂടി ഇങ്ങനെയാണ് പോകും. അങ്ങനെയല്ലോ, ബാപ്പ വന്നാൽ ചില അത് ബഹുമാനം കൊണ്ട് പോകുകയല്ല, പടച്ചോനെ സിംഹാണ വന്നത്, ഇപ്പൊ ഇനി ബാക്കിയുള്ളതൊക്കെ കേൾക്കേണ്ടത്, വേഗം ഒളിച്ചോളി മക്കളെ, അങ്ങനെ പോവാണ്. അപ്പൊ ഈ തരത്തിൽ ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പൊ ഒരു ദിവസം വേറൊരു സഹാബി, പ്രശസ്തനായ സഹാബിയാണ് അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു വെറുതെ ഒന്ന് ചോദിച്ചു, നിങ്ങൾ ഈ മക്കളെ പറ്റി എന്താ പറയുന്നത്? ഇപ്പൊ മഹാനവർകളോ മക്കളോ നമ്മളെ സന്താനങ്ങളോ അവര് നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ താങ്ങാനും അവലംബിക്കാനുള്ള നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളാണ്. നമ്മളവരെ നല്ല ഉപദേശിച്ച് നമ്മളെ കൂടെ കൊണ്ട് നടന്നാൽ ഇത്ര നല്ല മുതൽ അള്ളാഹു നമുക്ക് വേറെ തന്നിട്ടില്ല. അവരങ്ങോട്ട് ഫലഭൂയിഷ്ടമുള്ളതായി വളർന്നു വന്നാൽ ദുനിയാവിലും ആഖിറത്തിലും അവരെ പോലെ കുളിർമുള്ള ഒന്ന് വേറല്ല. നമ്മൾ പറയാതെ തന്നെ മകന് 5 വക്ത് നിസ്കരിക്കാനും സുന്നത്ത് നിസ്കരിക്കാനൊക്കെ ഒരു ബോധമുള്ള കുട്ടിയായാൽ, രാവിലെ തന്നെ കുറച്ചൊക്കെ ഒരു ഖുർആൻ ഓതാൻ ഓർമ്മയുള്ള കുട്ടിയായാൽ അൽഹംദുലില്ലാ എന്തൊരു സന്തോഷമാണ്.
അപ്പൊ ആ മക്കളെ പറ്റിയുള്ള വസ്തുക്കളൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോ പറഞ്ഞു, എനിക്ക് അപ്പോൾ മകൻ അപ്പുറത്ത് കേൾക്കുന്നുണ്ട്, യസീദ് എന്ന മകൻ അപ്പുറത്ത് കേൾക്കുന്നുണ്ട്. മകനിങ്ങനെ സന്തോഷമായി, പഠിച്ചോനെ ഇഞ്ഞെങ്കിലും ഇപ്പൊ ബാപ്പാന്റെ കൊലബൊക്കെ ഒന്ന് കുറയും, മുആവിയ റളിയല്ലാഹുവിന്റെ കൊലബൊക്കെ ഒന്ന് കുറയും. അപ്പൊ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ മക്കളോട് എപ്പോഴും ദേഷ്യത്തിലാണ്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ, അനങ്ങിയ ദേഷ്യം, എന്തെങ്കിലും ഒന്ന് തെറ്റിയാൽ മതി അപ്പോഴേക്ക് ദേഷ്യം. അങ്ങനെ അങ്ങോട്ട് തീവ്ര ദേഷ്യക്കാരാണ്. എന്നിട്ട് ആ ദേഷ്യത്തിന്റെ പിന്നാലെ വരുന്ന ചില വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ പറയാ, അവിടെ പകർത്തിയെടുക്കുന്നതോട് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ചില വീടുകളൊക്കെ ഉണ്ട്, പച്ചേ തന്നെ പറയും. സംസ്കാരശൂന്യമായ ചില വർത്തമാനങ്ങൾ, വാക്കുകൾ, ഒരിക്കൽ പോലും മക്കളോട് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാചകങ്ങൾ വരെ ശരിക്കും അങ്ങോട്ട് പറയും. ഷെയ്ത്താനേന്ന് ഇപ്പോൾ ഒരു വാപ്പ ഒരു ഉമ്മ കുട്ടിനെ വിളിച്ചാൽ അത് അത്ര വലിയ അപകടമല്ല. കാരണം ഷെയ്ത്താനാണ് അനുസരണക്കേടുള്ളവനാണ് ഭാഷാർത്ഥം. അനുസരണക്കേട് കാണിക്കണം എല്ലാവർക്കും ഷെയ്ത്താൻ എന്ന് പറയുന്ന റാസിമാവുതങ്ങൾ പറഞ്ഞത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഷെയ്ത്താന്, ജിന്നുകളുടെ കൂട്ടത്തിൽ ഷെയ്ത്താൻ ഉണ്ടല്ലോ. ഷത്തനാന്നുള്ള വാചകത്തിന്റെ അർത്ഥം വന്നിട്ട് അങ്ങനെ കുഴപ്പമൊന്നും ഷെയ്ത്താനെ വിളിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും പോയിട്ട് ഷെയ്ത്താനെ വിളിച്ചാൽ നിൽക്കണ്ടോ. അങ്ങനെ വിളിച്ചിട്ട് അത്ര ഇതാ വാക്കല്ല, അതിനേക്കാളും കടന്ന വാക്ക്. അത് വിളിച്ചിട്ട് ആകെങ്ങോട്ട് അവിടെ കലാപാന്തരീക്ഷം സൃഷ്ടിക്കും. അപ്പൊ അയൽവക്കക്കാർക്കൊരു സുഖമാണ്, ഓർക്ക് ഉറങ്ങണമെങ്കിൽ അപ്പുറത്തും പുറത്തുള്ള കാക്കാർ വന്നതും തിരിയണം. അത് വേഗം തിരിയും, ഈ ഒച്ചപ്പാട് കൊണ്ട് തിരിയും. ആ ഇനി നമുക്ക് ഉറങ്ങാം, എല്ലാവരും ലേറ്റ് ആകുമ്പോൾ അങ്ങനെ അപ്പുറത്തെ കാക്ക വന്നിട്ട് ആ ഒച്ചപ്പാട് കേൾക്കണതാ, അത് അപ്പുറത്തെ ആൾ വന്നിട്ട് അത് അവിടെ നിന്ന് വർത്താനം കേൾക്കണം, ഒച്ചപ്പാട്, ഭയങ്കര ഒച്ചപ്പാട്. കുട്ടികളോട് ഭയങ്കര കലപില. അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹുവിനോട് മുആവിയ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ വരുന്നതിന് മുമ്പ് എൻ്റെ മോനോട് ഞാൻ ഭയങ്കര ദേഷ്യമാണ്. നിങ്ങൾ വന്ന് ഈ വിശദീകരണം കേട്ടോടുകൂടെ എൻ്റെ മകനോടുള്ള ദേഷ്യം മൊത്തം പോയി. ഇനി എൻ്റെ മകനോട് എനിക്ക് ദേഷ്യം ഉണ്ടാകൂല. കാരണം നിങ്ങളെ വിശദീകരണത്തിൽ ഞാൻ കേട്ടത് എന്താ, സിമാറു ലുഹൂരിന വ ഇമാദു ലുഹൂരിന, നമ്മുടെ മുതുകൾ അവലംബിക്കാൻ പറ്റുന്ന നല്ല പുഷ്പങ്ങളാണ്. അവരെ വളർത്തിയാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ, നല്ലതൊക്കെ വളർത്തിയാൽ ദുനിയാവിലുണ്ട് ആഖിറത്തിലുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ദേഷ്യം പിടിച്ചാൽ പിന്നെ അങ്ങനെ വളരൂലല്ലോ, അങ്ങനെ വികസിക്കൂലല്ലോ. അതുകൊണ്ട് ഇനി ദേഷ്യം വേണ്ട തീരുമാനിച്ചു. അങ്ങനെ അഹ്നഫ് റളിയല്ലാഹുവിന് പോകുമ്പോൾ മുആവിയ റളിയല്ലാഹുവിന് ഈ ദേഷ്യം തീർത്ത് തന്ന വകയിൽ കുറച്ച് പൈസ കൊടുത്തു. അപ്പൊ അപ്പുറത്തുണ്ട് മകനും കാത്തിക്കുന്നു, മകനും കൊടുത്ത് കുറച്ച് പൈസ. ബാപ്പ മാത്രം തന്നാൽ പോലെ ഞാനും തരണം, കാരണം എനിക്കാണ് ഇതിൽ ഭയങ്കര സന്തോഷം. ബാപ്പാനേക്കാളും സന്തോഷം എനിക്കാണ്. നാളെ മുതൽ ഒന്ന് നേർക്കേറൊന്ന് സംസാരിക്കാനും ഒന്ന് വർത്താനം പറയാനൊക്കെ കൂടും. ഒന്ന് പേച്ചാ അടുത്തിന് ചൂടാകുക, ആ സ്വഭാവം മാറ്റണം. നമുക്കൊരു പക്ഷേ നമ്മളെ മക്കളെ അടിക്കാനും പിടിക്കാനൊക്കെ കഴിയുമെങ്കിലും നിയന്ത്രിക്കണം. നമ്മൾ ഭാര്യമാരോടും അങ്ങനെ നിയന്ത്രണ വിധേയമായി പെരുമാറണം. ചെറിയ ആവശ്യങ്ങൾക്കൊന്നും നമ്മൾ ചൂടാകരുത്. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നിലക്കും ചൂടാകരുത്. വൈകുന്നേരക്കായ നമുക്ക് നല്ല പള്ളയപ്പൈപ്പിന്റെ നേരമാണല്ലോ നോമ്പിന്, പൊതുവെ 6:45 കഴിയുമ്പോൾ. അങ്ങനെ ആകുമ്പോൾ ഒരു പക്ഷേ ചില ആവശ്യങ്ങൾ പറയും, നമ്മളവിടെ ദേഷ്യപ്പെടരുത്. പൊതുവെ എല്ലാ പുരയിലുണ്ടല്ലോ സ്വഭാവം, എന്ത് സാധനങ്ങൾക്കൊക്കെ പറഞ്ഞാലും 1-2 പോലും മറന്നിട്ടുണ്ടാവും അവിടെ, അല്ലേ? എല്ലാ പുരയിലും ഉണ്ടാവും. അതെപ്പോഴാണ് പറയാം, പിന്നെ നമ്മളവിടെ എത്തുമ്പോൾ പറയും. അവിടെ എത്തുമ്പോൾ പറയുമ്പോൾ നമുക്ക് മൂച്ചയാകണ്ട, അത് അർജന്റുള്ളാണെങ്കിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മതി. ചിലതൊക്കെ അപ്പം തന്നെ വേണ്ടി വരും. നിങ്ങൾ ഇന്ന് എല്ലാ സാധനങ്ങളും വാങ്ങി, ബില്ല് രാവിലെ തന്നെ വരുമ്പോൾ നിങ്ങളുടെ ബില്ല് തന്നിരുന്നു, അതിലൊക്കെ വാങ്ങിക്കൊണ്ടുപോയി വീട്ടിലെത്തി. എത്തി നോക്കുമ്പോൾ ഭാര്യ പറഞ്ഞു 6:30 കഴിഞ്ഞാണ്. അങ്ങനെ നമ്മൾ സമയം കണക്കാക്കി ഇഞ്ചി പുറത്തൊക്കെ ഒന്നും ഇറങ്ങാനാവില്ല, നോമ്പ് തുറന്നാൽ അത് വിശ്രമിക്കാതെ അവിടെ എത്തിയാണ്. അവിടെ എത്തിയോ ഭാര്യ പറഞ്ഞു, ഒരു സാധനം ഇപ്പം കിട്ടില്ല, അർജന്റാ, ഇപ്പം തന്നെ കിട്ടണം, ഇപ്പം തന്നെ കിട്ടണം, നാളേക്ക് പോരാ, നാളേക്ക് പോരാ. അതെന്താ? അത് ഉപ്പ് വേണം, കറിയിൽ ഉപ്പിട്ടിട്ടില്ല, പിന്നെ കൂട്ടാൻ കഴിയുമോ? അപ്പൊ ആകപ്പാടെ നമുക്ക് എല്ലാവിധ തിളച്ചു വരുന്ന നേരമാണ്. അവിടെ അത് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ചെറിയ കഴിവൊന്നല്ല, വലിയ കഴിവാണ്. ഭക്ഷണപാത്രത്തിൽ നിന്ന് മുടി കിട്ടുമ്പോൾ നിയന്ത്രിക്കാൻ കഴിവാണ്. മൂല്യന്മാർ കുറച്ചൊക്കെ ഇതിലുണ്ടല്ലോ, മൂല്യന്മാരോട് ഞാൻ പറയട്ടെ, ഒരു അട്ടിപ്പാത്രത്തിൽ നിന്ന് മുടി കിട്ടിയാലും പള്ളിക്കൽ വിളിച്ചറിയാൻ പാടില്ല, വളരെ മോശപ്പെട്ട പണിയാണ്. ബാപ്പാരോട് പറയട്ടെ, നിങ്ങൾ പ്ലേറ്റിൽ നിന്ന് കിട്ടിയാലും നിങ്ങൾ അതിൽ വിശപ്പുണ്ടാകും. അഥവാ ആ പെണ്ണ് എന്നാൽ നാളെ മുതലേ ഉച്ചക്കത്തും രാത്രിത്തും നിങ്ങൾ ഉണ്ടാക്കിയുള്ളൂ, രാവിലെ ഞാൻ ഉണ്ടാക്കിയുള്ളൂ പറഞ്ഞാൽ കുടുങ്ങിട്ടോ. നമ്മളെല്ലാവിധ ആട്ടവും മുട്ടി. കാരണം ഒരു പെണ്ണിന് അത് പറയാം, എന്നാൽ ഞാൻ കേൾക്കൂലേ, നിങ്ങളനുസരിക്കൂല, എന്നാൽ രാവിലത്തേന് ഒരു 50 ഉറുപ്പ്യ കൂലി, എന്താ കൂലി അങ്ങനെ, ഉച്ചക്കത്തിന് ഒരു 75 ഉറുപ്പ്യ, രാത്രിത്തിന് 50 ഉറുപ്പ്യ, മൊത്തം ഒരു 175 ഉറുപ്പ്യ, ഒരു 125 ഉറുപ്പ്യ തന്നാറി. നമ്മളെ കൊണ്ട് കഴിയോ? ആരാ കൊടുക്കുക? അപ്പൊ അവരുണ്ടാക്കി തരുന്നതൊക്കെ സമ്മതിക്കാന്നല്ല, കുറ്റം പറയാൻ പാടില്ല. നല്ലോണം തിന്നും ചെയ്യും, നല്ലോണം കുറ്റം പറയും ചെയ്യും.
അങ്ങനെ രണ്ടും കൂടി ഉണ്ടാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, അത് യോജിക്കും. നിങ്ങളിപ്പോൾ പറഞ്ഞേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലേറ്റിലൊക്കെ ബാക്കിയക്കാരാണ്, സംഗതിയൊക്കെ തുടച്ചിണല്ലോ. പിന്നെ പൈച്ചപ്പോൾ ഒന്നായിട്ടും തിന്നതാ. അത് തീരുന്ന വരെ പറഞ്ഞത്, ലാസ്റ്റ് പോയിന്റ് വരെ പറയാളൊക്കെ പറഞ്ഞത്. അപ്പോൾ പെണ്ണുങ്ങളിങ്ങനെ പതുക്കെ വന്നു നോക്കാണ്. നിങ്ങൾ പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു മീനും കൂട്ടിയിട്ടുണ്ടാവില്ല, ഉപ്പേരും കൂട്ടിയിട്ടുണ്ടാവില്ല, മോരും കുടിച്ചിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല എന്ന് എഴുതി. അപ്പോൾ സംഗതിയൊക്കെ കാര്യമാണല്ലോ. അതിപ്പോൾ എന്ത് പറയാനാ, പൈച്ചപ്പോൾ ഞാൻ ഒക്കെ തിന്നാം. അപ്പം എന്തേ ഇതുവരെ പറഞ്ഞേ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം നോക്ക് നിങ്ങൾ. മാ ആബത്തു ആമൻ ഖത്തു, ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരു ഭക്ഷണത്തെയും തങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിസ്തഹാഹു അക്കറഹു, തങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തങ്ങളത് ഭക്ഷിക്കും. ഇല്ലാ തർക്കഹു, വേണ്ട നോക്കും. എന്നാൽ കുറ്റം പറഞ്ഞിട്ടില്ല. ഈ കുറ്റം പറയാന്ന് പറഞ്ഞത് ഒരു ഭയങ്കര ഇടങ്ങേറാണ്. കാരണം അത് അവിടെ ഇങ്ങനെ നിന്ന് ഉണ്ടാക്കി എത്ര നേരം നിൽക്കണം, അത് തീൻ്റെ അവിടെ എത്ര നേരം നിൽക്കണം. മുടിയൊക്കെ കിട്ടിയാൽ ചില വാപ്പാർക്കുണ്ട് ഒരു ഹൈറാനിയത്ത്, സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങൾ പറയണ പോലെ തൊള്ളയിലൂടെ വരുന്ന ചില വാക്കുകളൊക്കെ നമ്മൾ തെറിച്ചു പോകുന്നു, അജാതി വാക്കുകളാണ്. എന്താ അത് നജസല്ലല്ലോ. എന്നാ അതേ രോമൻ രാവിലെ എണീറ്റ് ആ ഭാര്യയായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ മാറത്ത് 3 എണ്ണം 30 എണ്ണം, താടിയിലുണ്ട്, മൂക്കുമലുണ്ട്, നെറ്റിമലുണ്ട്, ഒരാക്ഷേപവും ഇല്ലല്ലോ. കാരണം ഓരോരുത്തരും വികാരം നടന്നിന്, താല്പര്യം നടന്നിരുന്നു. അപ്പൊ ഇവിടെ മാത്രം ചൂടാണ്ട ആവശ്യമുണ്ടോ? അതങ്ങ് എടുത്തിട്ടാ പോരെ, ഒരു നജസുമല്ല. അതിന്റെ പേരിൽ ഒരു പള്ളിക്കലും ഒരു മൂല്യരും പ്രസംഗിക്കാൻ പാടില്ല. അതൊക്കെ ഇപ്പൊ കൽപ്പിച്ചിട്ട് ഇങ്ങനെ പറിച്ചിട്ടുള്ളതാ. മുടി അങ്ങനെ പാറിപ്പന്ന് കാറ്റിലൊക്കെ വരുമ്പോ അങ്ങനെ അല്ല. ഇപ്പൊ അവിടെയും നല്ല ഒതുക്കത്തോടെ അടച്ചിറപ്പോടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല കേട്ടോ. വീട്ടിന്റെ ഉള്ളിൽ ഒരു പക്ഷേ ഒരു പെണ്ണ് തട്ടളാക്കി നിൽക്കും, അവിടെ അടുക്കളയിലും അഫ്ത്യം മുറുക്കിയിട്ട് നിൽക്കണമെന്ന് പെണ്ണുങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളാണ് പെണ്ണുങ്ങളാക്കും, ഓല ആണുങ്ങളും ആകും. അങ്ങനെ ആകരുത്. അവിടെ സ്വബറ് വേണം, നിയന്ത്രിക്കാനുള്ള കഴിവ് വേണം. എന്ത് ചെറിയ വലിയ വിഷയങ്ങളുണ്ടെങ്കിൽ അവനാൻ്റെ അത്തരം വിഷയങ്ങൾക്കൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിന് മാത്രം ഒരു സ്ട്രോങ്ങും അതേ തരത്തിൽ ആ ഭാര്യൻ്റെ അടുത്ത് നിന്ന് ദീനീപരമായിട്ട് എന്ത് എതിര് കണ്ടാലും ഒരു കുഴപ്പമില്ലാതിരിക്കുക, അതാണ് നമ്മളെ വിഷയം. ദീനീപരമായിട്ട് ഓള് സുബഹിസ്കരിച്ചില്ല, അതൊന്നും വേണ്ടാന്ന്, ഓള് എനിക്ക് എൻ്റെ മുറാദൊക്കെ ഹാസിലായ മതി ഓളെ കൊണ്ട്. ഓൾ നിസ്കരിച്ചാലും പാടില്ല, നിസ്കരിച്ചില്ലേലും പാടില്ല, നോമ്പോറ്റാലും പാടില്ല, നോമ്പോറ്റിലും പാടില്ല, ഖുർആൻ ഓതിയാലും പാടില്ല, ഓതിയിലും പാടില്ല, ഹദ്ദാദ് ചെല്ലുക വേണമെങ്കിൽ ചെല്ലിയാലും പാടില്ല, നമുക്കുള്ള ഭക്ഷണം അത് റെഡി. ഇത് സത്യത്തിൽ ഒരു അടിമാ സമ്പ്രദായത്തിൻ്റെ നിലപാടാണ്. അടിമയിൽ അങ്ങനെയാണ് യജമാൻ്റെ മുറാദുകളൊക്കെ ടൈമിന് ഹാസിലാകണമെന്നാണ് ഉദ്ദേശിക്കുക. അടിമക്ക് വേണമെങ്കിൽ അടിമ കൃത്യമായിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ ചെയ്തോളണം. ആ വകുപ്പിലേക്കൊന്നും യജമാന് പക്ഷേ ശ്രദ്ധിച്ചില്ല എന്ന് വരും. കാരണം യജമാൻ അത്രേ കിട്ടേണ്ടേ ഉള്ളൂ. അതേ സമയത്ത് നമ്മുടെ ഭാര്യമാരോട് അങ്ങനെയല്ല നമ്മൾ നിർവഹിക്കേണ്ടത്. അവരോട് നല്ല സ്വച്ഛന്തമായ നിലപാട് സ്വീകരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത്, വിഷയങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരോടൊപ്പം സഹകരിക്കുന്ന മനോഭാവം വേണം. ദേഷ്യം പിടിച്ചിട്ട് തല്ലാൻ നമുക്ക് കഴിയും, ചീത്ത പറയാൻ കഴിയും, നിയന്ത്രിക്കാനുള്ള കഴിവിനാണ് ഇവിടെ പറഞ്ഞത്. അതിന് കാരണം പറഞ്ഞാൽ എന്താ? ആ മനുഷ്യൻ നഫ്സുൽ അമ്മാറയെ കീഴ്പ്പെടുത്തി. ദേഷ്യപ്പെടുന്നവൻ അതിന്റെ പിന്നിൽ വരുന്ന കാര്യം നിർവഹിക്കാൻ കഴിവുണ്ടായിട്ടും ചീത്ത ഇഷ്ടം പോലെ പറയാനറിയാം, പക്ഷെ പറഞ്ഞില്ല. പറയാതിരിക്കുമ്പോ നഫ്സുൽ അമ്മാറയെ അയാൾ കീഴ്പ്പെടുത്തി. തോന്നിവാസം പറയാൻ പ്രേരിപ്പിക്കുന്ന നഫ്സിനെ കീഴ്പ്പെടുത്തിയാൽ പിന്നെ ആ നഫ്സ് ഉയരുന്നത് നഫ്സുൽ മുത്മഇന്നയിലേക്കാണ്, ഉയർന്ന തലത്തിലേക്കാണ് ഉയരുന്നത്. അതിന് നമുക്ക് കഴിവ് വേണം. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പല രൂപങ്ങളിലും ഭാവങ്ങളിലും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് സത്യത്തിൽ സഹോദരങ്ങളെ അവരോടൊക്കെ സഹകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുക. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം വിഷയത്തിന് വേണ്ടിയിട്ട് ഒരാളോടും പ്രതികരണം തേടിയിട്ടില്ല, ശിക്ഷിച്ചിട്ടില്ല, പ്രതികാരം വീട്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ ഒരു വിഷയത്തിൽ ചേഞ്ച്, അത് ഭാര്യയിൽ നിന്ന് കണ്ടാലും കുട്ടികളിൽ നിന്ന് കണ്ടാലും അടുപ്പക്കാരിൽ നിന്ന് കണ്ടാലും അയൽവക്കക്കാരിൽ നിന്ന് കണ്ടാലും എല്ലാവരോടും ഒരേ ഉറച്ച നിലപാടാണ്. അതേ സമയത്ത് സ്വന്തത്തിന് കിട്ടേണ്ട എന്തെങ്കിലും വിഷയത്തിൽ ഒരു കുറവോ മറ്റോ വന്നെങ്കിൽ തങ്ങൾ അവിടെ അഫൂ ചെയ്യും, അത് പ്രശ്നമല്ല. പത്തിരി മാത്രം കൊണ്ടുകൊടുത്തപ്പോൾ കൂട്ടാനുണ്ടോ ചോദിച്ചപ്പോൾ കൂട്ടാനില്ല, കൂട്ടാനും വേണ്ട. നമ്മളെന്താ പറയാ, പത്തിരി ഒറ്റ ഒന്നിലല്ലേ, ഇയാണ്ട് തിന്നാളാന്നല്ല നക്കിയാളാന്ന് പറയും.
കാരണം അവിടെ തിന്നാന്ന് പറഞ്ഞ സാഹിത്യത്തിനെതിരാ. അപ്പൊ അങ്ങനെ പറയാം നക്കലാണ്. ഒന്നിന്റെ കുറവുണ്ട്. വല്യപ്പാരും മറ്റൊക്കെ നോക്കുമ്പോ ഓല് ഇതേ അപ്പം ഇതേ പത്തിനും ചായയിൽ മുക്കിയ അവർ തിന്നത്. കൂട്ടാനും ചായ കുടിക്കാനുള്ളതും ചായ തന്നെ അതിൽ മുക്കിയിട്ട് അങ്ങനെ തിന്നതാ ചപ്പാത്തിയൊക്കെ. അപ്പൊ നമുക്ക് ഒരു ദിവസം എന്തോ കാരണവശാൽ അവിടെ ഗ്യാസ് തീർന്നു പോയി. വിറകാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച തീർന്നു. ഗ്യാസ് തീർന്ന് എനിക്കാണ് ആരാന്റെ പുറകെ കൊണ്ടുപോയി കൂടെ. പിന്നെ അടുത്ത ചോദ്യം അതാണ്. പിന്നെ പരക്കാൻ വായിപ്പിച്ചതിനെ കൊണ്ട് എനിക്കില്ലെങ്കിൽ എനിക്കത് വിളിച്ചത് ഞാൻ അവിടുന്ന് കറി വാങ്ങിട്ട് വരില്ലേ. അങ്ങനെയൊക്കെ പറയും. ചെറിയ ഒരു സഹകരണത്തിന്റെ കുറവുകൊണ്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്. അതുകൊണ്ട് ആ ഒരു മനോഭാവം മാറ്റിയിട്ട് നമ്മുടെ സ്വഭാവങ്ങൾ അവിടെ നിയന്ത്രിച്ചാൽ നഫ്സുൽ മുത്മയിന്നയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പണ്ഡിതന്മാർ പറഞ്ഞല്ലോ, ശരീരത്തിന് രണ്ട് ബഹിഷ്കരണം രണ്ട് രൂപത്തിലാണ്. ഒന്ന് ലാഹിറായ രൂപത്തിലൊരു ബഹിഷ്കരണം ഉണ്ട്. നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട ബഹിഷ്കരണം ലാഹിറായ രൂപത്തിലൊരു ബഹിഷ്കരണം ഉണ്ട്. അതെന്താ? ഒരു നാട്ടിൽ പോയി കൂടിയപ്പോൾ ആ നാട്ടിൽ നമ്മൾ താമസിച്ചാൽ നമ്മളെ ദീന് കേടുവരും. എന്നാൽ നമ്മൾ തൽക്കാലം ആ നാട്ടിൽ നിന്ന് വേറെ നാട്ടിലേക്ക് മാറണം. അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം. അത് ദീനീ സംരക്ഷണത്തിന് വേണ്ടി മാറിപ്പോകാണ്. രണ്ടാമത്തെ ഒന്ന് ബാത്തിനായതാണ്. അതെന്താ? അത് നഫ്സുൽ അമ്മാറ പ്രേരിപ്പിക്കുന്നതിനെ മുഴുവനും എതിർക്കാനുള്ള കഴിവ്. അള്ളാഹു നമുക്ക് ആ കഴിവേറ്റി തരട്ടെ. അതാണ് ഹറാമുകളോട് പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ കഴിവ് നേടുക എന്ന് പറഞ്ഞാൽ. അതാണ് ഹറാമുകളോട് പ്രതിരോധിക്കാനുള്ള കഴിവ് മനുഷ്യൻ ആർജിക്കാം. ആ കഴിവ് അവൻ രൂപപ്പെട്ടു വന്നാൽ നഫ്സുൽ മുത്മയിന്നയിലേക്ക് അവൻ ഉയരും. ദീനീപരമായ വിഷയത്തിൽ കൈയച്ചു കൊടുക്കാനുള്ള കഴിവ് വന്നാലും നഫ്സുൽ മുത്മയിന്നയിലേക്ക് ഉയരും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, കാരണം അതിനും നഫ്സിന് നല്ല സ്വബർ വേണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉള്ള സദസ്സിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, മൻ യശ്തരി ബിഇറ റൂമ, ബിഇർ റൂമ ആരാ വാങ്ങിത്തരുക? കിണർ, മദീനയിലെ കിണർ ബിഇർ റൂമ ആരാ വാങ്ങിത്തരുക? നസ്തഅദിബു ബിഹാ, എന്നാ നമുക്കതിലെ ശുദ്ധജലം കുടിക്കാമായിരുന്നു. ഗഫറല്ലാഹു ലഹു, വാങ്ങിത്തരുന്ന ആൾക്ക് അള്ള പുറത്തു കൊടുക്കും. ഫസ്തറാഹ ഉസ്മാൻ, അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് വാങ്ങിക്കൊടുത്തു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹല്ലക അൻ തജഅലഹാ സിഖായത്തൻ ലിന്നാസ്, അല്ല ഉസ്മാനെ, ഇത് ജനങ്ങൾക്കെല്ലാവർക്കും കുടിക്കാനുള്ള ഒരു പാനമാക്കട്ടെ, വെള്ളമാക്കട്ടെ. മഹാനവർകൾ പറഞ്ഞു, അതെ, നമുക്ക് സ്വന്തം വേണ്ട. നബിതങ്ങൾ ആദ്യം പറഞ്ഞു നമുക്ക് കുടിക്കാമെന്നായിരുന്നു. നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിതങ്ങളും സ്വഹാബത്തും എല്ലാവർക്കും കൊടുക്കല്ലേ എന്ന് വെച്ചപ്പോ അതേന്ന് പറഞ്ഞു. അപ്പയാണ് ഈ ആയത്തിറങ്ങിയത് എന്നും അഭിപ്രായമുണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന, കാരണം കൊടുക്കാനും വേണമല്ലോ ഒരു കഴിവ്, അതിനും വേണമല്ലോ ബാക്കിയുള്ള നിയന്ത്രണങ്ങളൊക്കെ. വലിയ നിയന്ത്രണമാണ്, ചെറുതൊന്നും പോരാ. കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ 100 കൂട്ടം ആവശ്യങ്ങൾ പാഞ്ഞു വരും. ആ ആവശ്യങ്ങളൊക്കെ നിരാകരിച്ച് തള്ളിക്കളഞ്ഞ് ആ പറഞ്ഞതിനെ മുൻഗണന എടുത്ത് കൊടുക്കണം. ആ കൊടുത്തത് കൊണ്ടാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന, ഓ മുത്മയിന്നായ നഫ്സിന്റെ ഉടമയെ, നഫ്സ് ശരീരമുള്ള മനസ്സുള്ള ആളെ എന്ന ആയത്തിറങ്ങിയത് ആ വിഷയത്തിലാണ് എന്ന് പറഞ്ഞു കാണുന്നുണ്ട്. ഇരിക്കട്ടെ, ലാസ്റ്റ് പോയിന്റെങ്കിലും തുമനീനത്തുൽ ഖൽബ് വേണം. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ മരിക്കുന്ന നേരത്ത് അള്ളാഹുവിലുള്ള ഒരു ചിന്തയും മറ്റും വിടാത്ത രൂപത്തിലുള്ള മരണം സാധ്യമായി കിട്ടണം. അള്ളാഹുവിലേക്ക് ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു മരണം, റബ്ബിനോട് നിരാശപ്പെടാതെ സന്തോഷത്തോടെ കൽബിൽ തുമനീനത്ത് വന്നിട്ടുള്ളൊരു മരണം അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ 90 വർഷം അല്ലെങ്കിൽ 91 വർഷം ജീവിച്ചു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു രാത്രിയിലും പകലും മഹാനവറുകൾക്ക് ഒരു തരം അസുഖം ഉണ്ടായിട്ടില്ല. മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു രാപ്പകൽ ഒരു ദിവസം ഒരു രോഗം ഇങ്ങനെ ഒരു വേദനയും അസ്വസ്ഥതയും ഇങ്ങനെ വന്നു. അപ്പം മക്കൾ വന്ന് പരിസരത്ത് വന്ന് പലരും വസിയത്ത് ചോദിച്ച് വാങ്ങാൻ, ബാപ്പാ ഞങ്ങൾക്കുള്ള വസിയത്ത് ഞങ്ങൾക്ക് എന്താ നിർവഹിക്കാൻ വേണ്ടി തരിക? അപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ ഓരോ കുട്ടികൾക്കും വസിയത്ത് കൊടുക്കാൻ, ഉസീക ബി തഖ്വല്ലാഹി, നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്യണമെന്ന് ഞാൻ വസിയത്ത് ചെയ്യുന്നു. അതേ രൂപത്തിൽ ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം, പണ്ഡിതന്മാരെ നിങ്ങൾ പിൻപറ്റണം, അള്ളാഹുവിലേക്ക് കാര്യങ്ങളിൽ ജീവിക്കണം. അങ്ങനെ ഓരോരുത്തർക്ക് വസിയത്ത് കൊടുക്കാൻ. അപ്പൊ കൂട്ടത്തിൽ എന്താ രോഗം എന്ന് ചോദിച്ചു ഒരു മകൻ. എന്താ നിങ്ങൾക്കുള്ള രോഗം? അപ്പൊ രോഗം എന്താന്ന് എന്നോട് ആരും ചോദിക്കണ്ട, കാരണം രോഗത്തെ പറ്റി ഞാൻ അത്ര പരിഗണിക്കുന്നില്ല. അന അതഖല്ലബു ഫീ ഇൽമില്ലാഹി അസ്സ വജൽ,
ഞാൻ അള്ളാഹുവിൻ്റെ ഇൽമിനെ പറ്റി ഞാനിങ്ങനെ എൻ്റെ കൽബ് അതിലായിട്ട് ഇങ്ങനെ കിടന്നു മറിയുകയാണ്. അതുകൊണ്ട് രോഗത്തിൻ്റെ വിഷയം എന്നോട് ആരും ചോദിക്കണ്ട, എൻ്റെ രോഗം ആർക്കൊട്ട് പിടുത്തം കിട്ടൂല, ഞാനിങ്ങനെ ചെറിയൊരു അസ്വസ്ഥത എനിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറൊരു മകൻ വന്നിട്ട് ചോദിച്ചു, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ ജീലാനി റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, മാദാ യുഅ്ലിമുക മിൻ ജിസ്മിക, ശരീരത്തിൽ നിന്ന് എവിടെല്ലാം വേദന വരുന്നുണ്ടെന്ന് ചോദിച്ചു. മരിക്കുമ്പോൾ മൊത്തത്തിൽ വേദന ഉണ്ടാവും, എവിടെ നിന്നെല്ലാം വേദന വരുന്നുണ്ട്? അപ്പൊ ഷെയ്ഖ് ജീലാനി തങ്ങൾ പറഞ്ഞു, ജമീഉ അള്ളാഹി, അവയവങ്ങൾ മൊത്തം വേദനയുണ്ട്. എല്ലാ അവയവങ്ങൾക്ക് വേദനയും മൊത്തം വേദന ഉണ്ടായത് കൊണ്ടാണ് പെടയാത്തത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദനയാണെങ്കിൽ നമ്മൾ കിടന്നു മറിയും. അതുകൊണ്ടല്ലേ കയ്യിന് മാത്രം വേദനയുള്ള ആൾ പിടിച്ചു കെട്ടാൻ വേണ്ടി നോക്കുമ്പോൾ കുതിർന്നത്. അയാളെ കയ്യിൻ്റെ ഉള്ളിലുള്ള ചലം തുടച്ചെടുത്തിട്ട് മണ്ണ് തുടച്ചെടുത്ത് മരുന്ന് വെക്കുമ്പോഴേക്കാൾ തട്ടിക്കളയുന്നത് ഒരു ഭാഗത്ത് മാത്രമാണ്. എല്ലാ ഭാഗത്തും വേദനയുണ്ടാകുമ്പോൾ പടക്കൂല, അതങ്ങനെ കിടക്കും. പക്ഷേ ഇല്ലാ കൽബി, എൻ്റെ കൽബിന് ഫമാബിഹി അലമുൻ, കൽബിനൊരു വേദനയുമില്ല. അതാണ് തുമനീനത്ത്, മരിക്കുന്നതിൻ്റെ മുമ്പ് കിട്ടുന്ന വലിയ ശാന്തത. കൽബിനൊരു കുഴപ്പമില്ല. വഹുവ മഅല്ലാഹി അസ്സ വജൽ, കൽബ് അള്ളാഹുവിനോടൊപ്പമാണ്. കൽബിന് അസ്വസ്ഥതയില്ല, ഒരു കുഴപ്പമില്ല, നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. അങ്ങനെയല്ലേ ധൈര്യസമേതം കട്ടിലിൽ കയറിക്കടന്നിട്ട് മഹാനവറുകൾ, അതാ ഞാനൊരു മലക്കിനെയും പേടിക്കുന്നില്ല, ഞാനൊരു മൗത്തും പേടിക്കുന്നില്ല, എന്നിട്ട് കൈ ഉയർത്തുന്നു. മക്കൾ കാണാണ്, കൈ ഉയർത്തിയിട്ട് അങ്ങനെ നീട്ടിക്കൊടുക്കാണ്. ശാന്തതയുടെ നേരമാണ്. എന്നിട്ട് വഅലൈക്കുമുസ്സലാം വഅലൈക്കുമുസ്സലാം വഅലൈക്കുമുസ്സലാം, സലാം അടക്കാം. മലക്കുകൾ വന്ന് സലാം പറയുന്നത് അപ്പുറത്തുപ്പുറത്തിരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നില്ലെങ്കിലും കിടക്കുന്ന മയ്യത്ത് മരിക്കുന്നതിന് മുമ്പുള്ള ആ സെക്കൻഡിൽ മലക്കുകൾ വന്ന്, ഏത് മലക്കുകൾ? റൂഹ് കൊണ്ടുപോകാനുള്ള മലക്കുകൾ. അവർ കുറച്ച് നേരത്തെ വരും. അവർ വന്ന് കുറച്ചുകൂടി ടൈമായിട്ട് കറക്റ്റ് ടൈമിലെ അസ്രായിൽ വരുള്ളൂ അലൈഹിസ്സലാം. മൂപ്പര് നേരത്തെ വന്നിക്കൂല. മൂപ്പരാ ടൈം 12 മണിയാണ്, 12 മണിക്കാണ് വരും. ആരാച്ചാറ് വരും പോലെ 12 മണിക്ക് വരും. ഞാനൊരു മിസാൽ പറഞ്ഞാൽ അങ്ങനെ 12 മണിക്ക് വരും, കറക്റ്റ് വരും. നേരത്തെ, അതിന് മുമ്പ് നേരത്തെ വരുന്നവരാണ് ഈ ആത്മാവിനെ, ഈ റൂഹിനെ കൊണ്ടുപോകാൻ വരുന്നവർ. അവരാണ് വന്ന് സലാം പറയുന്നത്. സലാം അടക്കുന്നു, കൈ കൊടുക്കുന്നു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നുണ്ട്, റഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ അങ്ങനെ മരണത്തിന്റെ നേരം വന്നപ്പോ മഹാനവറുകൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ ഒക്കെ കൂടി പറയാൻ കഴിയാതിരുന്നപ്പോ വെറും അല്ലാഹ് 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 എന്ന് മാത്രം പറയാൻ തുടങ്ങി. അപ്പൊ ആ നേരത്തെ പരിഭ്രമല്ലാത്ത ഒരു നേരം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവിടെ വെപ്രാളപ്പെട്ട് പരിഭ്രമപ്പെട്ട് മലക്കുകളുടെ സാന്നിധ്യം പോയി ഒരു ആവേശം കുറഞ്ഞിട്ടാകരുത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പോകുമ്പോൾ എന്തൊരു ആവേശത്തിലാണ് പോയത് പറയും. ഇശായിന്റെ ശേഷമാണ് ഷാഫി ഇമാം തങ്ങൾ വഫാത്തായത്. ഇശാ നിസ്കരിക്കാൻ പോകുന്ന ചില ശിഷ്യന്മാർ ഷാഫി ഇമാം തങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ നിസ്കരിക്കാൻ പോകണമെന്ന്, ജമാഅത്തിന് പോകണമെന്ന്. അപ്പോൾ ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ജമാഅത്തിന് പോയിക്കോളൂ, നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടൊക്കെ ഞാൻ മരിക്കുള്ളൂ പറഞ്ഞു. നിസ്കരിച്ച് ജമാഅത്ത് കഴിഞ്ഞ് വന്നിട്ടേ ഞാൻ മരിക്കുള്ളൂ, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നപ്പോൾ ഷാഫി ഇമാം തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, കഴിയും പ്രകാരം നിസ്കരിച്ചു. തലക്ക് വല്ലാത്ത പരിക്ക് പറ്റി, അസൂയാലുക്കളെ ഭാഗത്തുനിന്ന് അടി കിട്ടിയിട്ട് ഷാഫി ഇമാം തങ്ങൾ വീണുപോയി. അങ്ങനെയാണ് ഷാഫി ഇമാം റളിയല്ലാഹുവിൻ്റെ മരണത്തിലേക്ക് സബബുണ്ടായിത്തീരുന്നത്. അങ്ങനെ ലാസ്റ്റ് നിസ്കാരം കഴിഞ്ഞ് അവരൊക്കെ വന്നപ്പോൾ ഒരു ശിഷ്യനെ വിളിച്ചിട്ട് ഷാഫി ഇമാം തങ്ങൾ പറയാണ്, മോനെ വാ, അടുത്തിരുന്നിട്ട് ഖുർആൻ ഓതാൻ പറയുന്നു. ആലു ഇമ്രാൻ സൂറത്തിൽ ബദരീങ്ങളെ പറ്റി പറയുന്ന ആ ഭാഗം അത് ഓത്. എന്തൊരാവേശം നിങ്ങൾ ആലോചിക്കാൻ. ബദരീങ്ങളെ പറ്റി പറയുന്ന ആ ഭാഗം ഓതാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്. അത് ഓതി കേട്ടുകൊണ്ട് സന്തോഷത്തോടെ അങ്ങനെ പോവുകയാണ്. ആ ആയത്തുകൾ വല്ലാതൊരു ആത്മധൈര്യം പകരുന്ന ആയത്താണ്. നമ്മൾ അല്ലാത്തവർ ഓതുമ്പോൾ തന്നെ അർത്ഥം ചിന്തിച്ചാൽ തന്നെ വലിയൊരു ധൈര്യം കിട്ടും അതിൽ. അങ്ങനെ ആ ബദരീങ്ങളെ പറ്റി പറയുന്നതും മലക്കുകൾ ഇറങ്ങുന്നതും, 1-ാം ഘട്ടം ഇറങ്ങുക, 2-ാം ഘട്ടം ഇറങ്ങുക, അള്ളാഹുവിൻ്റെ സന്തോഷം പറയുന്ന ആ ഭാഗം അതിങ്ങോട്ട് ഓതി കേൾപ്പിച്ചു. അപ്പോഴേക്ക് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാനത്തെ അവസ്ഥ വന്നു എന്ന് കണ്ടപ്പോ ഒരു ശിഷ്യൻ അപ്പുറത്തുനിന്ന് യാസീൻ ഓതി തുടങ്ങി. അപ്പൊ യാസീനും പോകുന്ന പോക്കിൽ കേട്ടിട്ടുണ്ട്, ആലു ഇമ്രാൻ സൂറത്തിലെ ആ ആയത്തുകളും കേട്ടിട്ടുണ്ട്.
അതൊക്കെ എന്തൊരു തുമനീയത്തോടുള്ള വിടവാങ്ങലാന്നറിയും, എന്തൊരു സന്തോഷത്തോടുള്ള പോക്കാണ്. അള്ളാഹു നമ്മുടെ ആ നേരം സന്തോഷത്തിലാക്കി തരട്ടെ. അപ്പം ആ മലക്കുകൾ വരുമ്പോൾ പേടി. ചില മഹാന്മാരൊക്കെ അതാണ് വളരെ ധൈര്യപൂർവ്വം പറഞ്ഞ്, ഏയ് ചികിത്സിക്കാൻ ആരും കൊണ്ടുവരുന്നും വേണ്ട, ഡോക്ടർമാരെ കൊണ്ടുവരുന്നും വേണ്ട. അപ്പോൾ അവർക്ക് ശരിക്ക് മരണത്തിന്റെ നേരം അറിഞ്ഞ് അള്ളാഹുവിന്റെ നോട്ടവും അള്ളാഹുവിലേക്ക് അവർ നോക്കുന്ന നോട്ടവും രണ്ടും അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളല്ലേ ലോകത്തെ ഏറ്റവും ഒന്നാമത്തെ വലിയ മഹാനവറുകൾ പറഞ്ഞു, മരണത്തിന്റെ നേരത്ത് ഡോക്ടറെ കൊണ്ടുവരട്ടെ വെച്ചപ്പോ വേണ്ട, അത്വബീബു നളറ ഇലയ്യ, യഥാർത്ഥ വൈദ്യൻ ഡോക്ടർ എന്നിലേക്ക് നോക്കിക്കഴിഞ്ഞു. എന്നിട്ട് എന്തേ പറഞ്ഞത്? ഇന്നി ഫഅാലു ലിമാ ഉരീദ്, ഞാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡോക്ടർമാരൊന്നും കൊണ്ടുവരണ്ട, ഞാനിപ്പോൾ ആ സന്തോഷത്തിനും സമാധാനത്തിലുമാണ്. യഥാർത്ഥ ഡോക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹു ആണല്ലോ യഥാർത്ഥ തൊബീബ്. ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്നെ ചികിത്സിക്കേണ്ട ആള് എന്നെ നോക്കിയിട്ടുണ്ടോ, എന്നോട് വിവരവും പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ആ സന്തോഷത്തിൽ കഴിയുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ വിഷയം ശരിക്ക് കറക്റ്റ് അറിഞ്ഞ് അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത് മഹാനവറുകൾ ആ ഒരു നേരം നോക്കിക്കാണുന്ന സന്ദർഭമാണ്. ഇരിക്കട്ടെ, ആ സിദ്ദീഖ് തങ്ങളോടാണല്ലോ മലക്കുകൾ വന്ന് പറയുമെന്ന് പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ വിവരം ചെറുതല്ല, വലിയ വിവരം കിട്ടിയിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞല്ലോ, ഇന്നമാ ഹുന്ന ഉഖ്താക, അത് ആ സ്വത്തുക്കളൊക്കെ നിന്റെ സഹോദരിമാർക്കുള്ളതാണ്, അവരൊക്കെ നിന്റെ സഹോദരിമാരാണ്. സത്യത്തിൽ അപ്പോ ആയിഷ ബീവിക്ക് ആകെ ജീവിച്ചിരിപ്പുള്ള ഒരു സഹോദരിയേ ഉള്ളൂ, വേറെ സഹോദരിയില്ല. പിന്നെ നിന്റെ സഹോദരിമാരാണ് രണ്ടർത്ഥപ്രകാരം പറഞ്ഞ എങ്ങനെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ഭാര്യ ഗർഭം ധരിച്ച സമയത്താണ് മഹാനവറുകൾ മരണപ്പെട്ടു പോകുന്നത്. ആ ഗർഭത്തിൽ പിന്നെ ജനിച്ച കുട്ടി പെൺകുട്ടിയാണ്. ഈ ഒരു വിവരം കൂടി നേരത്തെ കണ്ട കാഴ്ചയിലാണ് പറയുന്നത്. അവരൊക്കെ നിന്റെ സഹോദരിമാരാണ്. സഹോദരി അന്ന് ആയിഷ ബീവിക്ക് ഒന്നേ ഉള്ളൂ. സഹോദരിമാരാന്ന് പറയാണ് ഏറ്റവും ചുരുങ്ങിയ രണ്ടെണ്ണെങ്കിലും വേണ്ടേ. രണ്ടാമത്തെ ഒന്ന് ഇതിലൂടെ വരുന്ന, ഈ ഭാര്യയിലൂടെ വരുന്ന ജനിക്കാൻ പോകുന്ന കുട്ടിയാണ്. ഇത് നോക്കിക്കണ്ട വിവരം പോലെയാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ നേരത്ത് മനസ്സ് ചാഞ്ചല്യപ്പെടാത്തൊരു നേരം കിട്ടണം. ഇരിക്കട്ടെ, ഇനി ഒന്നുമില്ലെങ്കിൽ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന അർത്ഥത്തിൽ മലക്കുകൾ വന്ന് വിളിക്കുന്ന ഒരു വിളിയാണെങ്കിലും നമുക്ക് വേണം. മലക്കുകൾ വന്ന് വിളിക്കുമല്ലോ, ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാം വന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. സുദീർഘമായ ഒരു ഹദീസിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജനാസയുടെ കൂടെ പോയി ജന്നത്തുൽ ബഖീൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖബർ അപ്പുറത്ത് കുഴി പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തങ്ങളൊരു ഭാഗത്തിരുന്നപ്പോൾ സ്വഹാബത്ത് പറയാണ്, ഞങ്ങളും ചുറ്റുഭാഗത്തിരുന്നു, ഞങ്ങളൊക്കെ വല്ലാത്ത ശാന്തതയിലിരിക്കുകയാണ്. തങ്ങളെ കയ്യിൽ ഒരു കൊള്ളിയുണ്ട്, ആ കൊള്ളി കൊണ്ട് നിലത്തിങ്ങനെ കുത്തുന്നുണ്ട്. കുത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തങ്ങളിങ്ങനെ തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യൻ മരണത്തിന്റെ നേരം അവന് ആയി തുടങ്ങിയാൽ ദുനിയാവിൽ നിന്ന് ഉള്ള അവസാനത്തെ നേരവും ആഖിറത്തിലേക്ക് വരാനുള്ള ആദ്യത്തെ നേരവുമായാൽ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, മലക്കുകൾ ഇറങ്ങി വരും. നല്ല കാണാൻ ചൊങ്കും ചൊറുക്കുമുള്ള ബീലുൽ വുജൂഹ്, നല്ല മുഖത്ത് നല്ല സൗന്ദര്യമുള്ള മലക്കുകൾ ഇറങ്ങി വരും. അവരെ മുഖം കണ്ടാൽ സൂര്യനെ പോലെ ലങ്കും. മഅഹും ഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധങ്ങൾ അവരെ കൂടെയുണ്ട്. വകഫനും മിൻ കഫനിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള കഫംപുടയും അവരെ കൂടെയുണ്ട്. ഹത്താ യജ്ലിസൂ മിൻഹു മദ്ദൽ ബസർ, കണ്ണുകൊണ്ട് നോക്കിയാൽ എത്തുന്ന അകലത്തിൽ അവർ വന്നിരിക്കും. അവരെ നോട്ടം തടയുന്ന, അവരാ വരവ് നീക്കിപ്പോകുന്ന തരത്തിലുള്ള ആളുകളൊന്നും പരിസരത്ത് ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജനാപത്തുകാരായ ആണും പെണ്ണും മൗത്ത് ഹാദറായ ആളെടുത്ത് മാറി നിൽക്കാൻ വേണ്ടത്. കാഫിരീങ്ങളെയും അപ്പം അടുപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ചില ആൾക്കാർ, നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർക്കൊക്കെ ക്ലോസ് ഫ്രണ്ട്, ആത്മമിത്രങ്ങളായിട്ട് സദാ സമയത്തും അവരാണ്ടാകുക. മരിക്കുമ്പോൾ പോലും അടുത്തുണ്ടായാൽ നമ്മൾ കുടുങ്ങിയ തന്നെ.
ഒരു നല്ല സന്തോഷാവസ്ഥ കിട്ടുന്നതും കൂടി മുടങ്ങിപ്പോകും. അപ്പം അവരൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് കിടക്കുന്ന ആൾക്ക് നോക്കിയാൽ കാണുന്ന അകലത്തിൽ അവർ വന്നിരിക്കുകയാണ്. അവരാരെ കാത്തിരിക്കുകയാണ്? ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സുമ്മ യജീഉ മലക്കുൽ മൗത്ത്. ആ മലക്കുകൾ വന്നിട്ട് പിന്നെ മലക്കുൽ മൗത്ത് വരുന്നു. നേരെ വന്നിട്ട് തലഭാഗത്തിരിക്കും. എല്ലാവരുടെയും തലഭാഗത്ത് തന്നെ ഇരിക്കുക. തലഭാഗത്തിരുന്നിട്ട് പറയും, അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ. ഈമാനുള്ള മനുഷ്യനോടാണ് പറയുന്നത്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, ഓ പരിശുദ്ധമായ ശരീരത്തിന്റെ ഉടമയെ, ഈമാൻ കൊണ്ട ആളാണ് നീ. ആ ഈമാനിലായിട്ട് ഒരുപാട് അമല് ചെയ്ത് ഇൽമുണ്ടാക്കി നടന്ന ആളാണ്. നിന്റെ നഫ്സ് ആത്മാവ് പരിശുദ്ധമാണ്. ഉഖ്റുജി, നീ പുറപ്പെടുക. ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്കും മഗ്ഫിറത്തിലേക്കും പുറപ്പെടൂ എന്ന് പറയുമ്പോൾ അവന്റെ ആത്മാവ് പുറപ്പെടും. ഫതസീലു കമാ തസീലുൽ ഖുത്രതു മിൻ ഫമിസ്സിഖാ, തോൽപാത്രത്തിന്റെ വായിലൂടെ വെള്ളം മുറ്റി വീഴുന്നത് പോലെ മന്ദം മന്ദമായി ആത്മാവ് ഇങ്ങനെ വരും. അങ്ങനെ പിടിക്കേണ്ട ഭാഗത്തെത്തുമ്പോൾ ഫയഖുദുഹാ, അസ്രായീൽ അലൈഹിസ്സലാം അതിനെ പിടിക്കും. പിടിച്ചാൽ ഒരു സെക്കൻഡ് കയ്യിൽ സൂക്ഷിക്കൂല. അപ്പോഴേക്ക് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫംപുടയിൽ ദൂരത്ത് കാത്തിരിക്കുന്ന മലക്കുകൾ അതിനെ പൊതിഞ്ഞുപോയി. ആ കഫംപുടയിൽ സ്വർഗത്തിലെ സുഗന്ധലേപനങ്ങൾ പുരട്ടിയിട്ട് ഈ ആത്മാവിനെ കഫംപുടയിലേക്ക് സ്വീകരിച്ചു. ഇനി ആ കഫംപുടയുമായിട്ട് അവർ പോവുകയാണ്. ഇത് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി, ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സ്വഹീഹുൽ ഇസ്നാദ്, പരമ്പര സ്വഹീഹായ ഹദീസാണ്. കെട്ടുകഥ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് വാറോല പറയല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സംസാരിച്ചൊരു സന്ദർഭം പല ഇമാമിയങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ആത്മാവുമായിട്ട് മലക്കൾ വാനലോകത്തേക്ക് പോകും. ഒന്നാം ആകാശത്തെത്തുമ്പോൾ ഒന്നാം ആകാശത്തുള്ള മലക്കുകൾ മുഴുവനും ആ ആത്മാവിൻ്റെ അടുത്തേക്ക് വരും. എങ്ങനെ അവരറിയാം? ആ ആത്മാവിന് വല്ലാത്ത സുഗന്ധാണ്. അവരൊക്കെ ചോദിക്കും, മലക്കളൊക്കെ മാഹാദിഹി റീഹു ത്വയ്യിബ, എന്തൊരു പരിശുദ്ധമായ സുഗന്ധം, സന്തോഷിപ്പിക്കുന്നൊരു മണം വരുന്നുണ്ടല്ലോ, എന്താണ്? അപ്പൊ പരസ്പരം പറയും, ഫുലാൻ ബിൻ ഫുലാൻ ബിഅഹ്സനി അസ്മാഇഹി അല്ലദീ കാന യുസമ്മാ ബിഹാ ഫിദ്ദുനിയാ, ദുനിയാവിൽ വിളിക്കുന്ന നല്ല പേര്. നല്ല പേരേതാ? നല്ല പേര് വാപ്പിമിട്ട പേരുണ്ടാവുമല്ലോ, അതാണ്. കുഞ്ഞാനെ മൂത്താനെ എന്നുള്ള പേരല്ല, അത് വിളിപ്പേരാണ്. നല്ല പേര്, അവന്റെ പേര് ഹസനാണെങ്കിൽ ഹസന്, വാപ്പാന്റെ പേരും കൂടി ചേർത്തത് പറയും. ഇന്നാളിന്നാളെ മകൻ ഹസന് വരുന്നുണ്ട്, അല്ലെങ്കിൽ അബൂബക്കർ അല്ലെങ്കിൽ മുഹമ്മദ് അഹമ്മദ് വരുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ വരുമ്പോ മലക്കുകളൊക്കെ സന്തോഷം പറയും. ഓരോ ആകാശത്തിന്റെയും കവാടം തുറന്നു കൊടുക്കും. ഏഴാന ആകാശം വരെ, 1 മുതൽ ഓരോ ആകാശങ്ങളെയും മലക്കുകൾ ആ ആത്മാവിന്റെ പിന്നിൽ അകമ്പടിയായി പോകും. ആ ആത്മാവിനെ സ്വീകരിച്ച് ആനയിച്ച് യാത്രയാക്കും. ശരിക്ക് പരിചയമുള്ള രൂപത്തിൽ അവർ വരും. അങ്ങനെ ഏഴാൻ ആകാശത്തിന്റെ അപ്പുറത്തെത്തുമ്പോൾ അള്ളാഹു പറയും, ഉക്തുബു അബ്ദി ഫി ഇല്ലിയീൻ, എൻ്റെ അടിമയുടെ പേര് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കണക്കാക്കണം, ഇല്ലിയീനിലായിക്കോട്ടെ എന്ന് അള്ളാഹു തആല പറയും. ഭൂമിയിലേക്ക് പിന്നെ മടക്കാൻ പറയും. അപ്പോഴേക്ക് ഇവിടെയുള്ള സംസ്കരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് ആ ജനാസ ഖബറിലേക്ക് എത്തിയിട്ടുണ്ടാകും. പിന്നെ ആത്മാവിന് അങ്ങോട്ട് മടക്കപ്പെടുകയാണ്. പിന്നെ അവിടെ ചോദ്യോത്തരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അത് ഈമാനുള്ളവന്റെ അവസ്ഥയാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്. അതേ സമയത്ത് കാഫിറായ അടിമ, മുനാഫിക്കായ അടിമ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അവർ ദുനിയാവിലെ അവസാനത്തെ പോയിന്റിലും ആഖിറത്തിലേക്ക് പോകാനുള്ള മുന്നൊരുക്കത്തിലുമാകുമ്പോൾ, മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ യാത്ര പോകാൻ സമയമായി എന്നർത്ഥം. നസല ഇലൈഹി മിനസ്സമായി മലായിക്കത്തുൻ സൂദുൽ വുജൂഹ്, കറുത്തിരുണ്ട മുഖമുള്ള മലക്കുകളാണ് ഇറങ്ങി വരുന്നത്. അവര് മുഖം പൊത്താനുള്ള തുണിയേറ്റ പോലെ വന്നത്. എന്തിന്? നേരത്തെ വന്നവര് സുഗന്ധവുമായിട്ട് വന്നെങ്കിൽ ഇപ്പോൾ വന്നവര് മണം സഹിക്കാൻ കഴിയൂല, ദുർഗന്ധം വമിക്കുന്ന ആത്മാവാ വരാനുള്ളത്. നഫ്സു ത്വയ്യിബ അല്ലത് നഫ്സുൽ ഖബീസയാണ്. ആ ദുഷിച്ച ആത്മാവിന്റെ മണം സഹിക്കാതെ മൂക്കുപൊത്താനുള്ള വസ്തുക്കളുമായിട്ട് അവർ വന്നിരിക്കുകയാണ്. അവരും കണ്ണെത്തുന്ന ദൂരത്തപ്പുറത്തിരുന്ന്, കണ്ണുകൊണ്ട് നോക്കിയാൽ എത്തുന്നിടത്തിരുന്ന് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം, അസ്രായീൽ അലൈഹിസ്സലാം വന്നാൽ തലഭാഗത്തിരുന്നിട്ട് പറയും, ഉഖ്റുജി അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, ഓ ദുഷിച്ച ആത്മാവേ ഒന്ന് പുറത്തേക്ക് വരൂ, നിന്നെ ഒന്ന് പുറത്തേക്ക് എടുക്കൂ എന്ന് പറയും.
അപ്പോൾ അത് പുറത്തേക്ക് വരും. എങ്ങനെ? സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവന്റെ ശരീരത്തിൽ ആ ശരീരത്തിന്റെ ഞരമ്പുകളും ആ ശരീരത്തിന്റെ ഇറച്ചിയും പാടകളും എല്ലാം അറിഞ്ഞ് അനുഭവിക്കുന്ന രൂപത്തിൽ കമാ യന്തസിഉ സഫൂദു മിനസ്സൂഫിൽ മബ്ലൂൽ, നനഞ്ഞ രോമവസ്ത്രത്തിൽ നിന്ന് രോമം ഒരാൾ പീതെടുക്കും പോലെ പെട്ടെന്ന് കിട്ടൂല. ഉണങ്ങിയതാണെങ്കിൽ അതിന്റെ രോമം പെട്ടെന്ന് പറിച്ചാൽ കിട്ടും. ഇങ്ങനെ പെട്ടെന്ന് കിട്ടാത്ത ഒരു സാഹസികമായ നിലയിൽ അവന്റെ ശരീരത്തിന്റെ ഇറച്ചിയും ഞരമ്പുമെല്ലാം അനുഭവിച്ച് ആത്മാവ് അങ്ങനെ പതുക്കെ പതുക്കെ വരും. പിടിക്കേണ്ട നേരത്തെത്തുമ്പോ അസ്രായീൽ അലൈഹിസ്സലാം അതിനെ പിടിക്കും. പക്ഷേ അതിനെ ഏറ്റുവാങ്ങുന്നവര് അവര് ഒരു ശീലകഷ്ണത്തിൽ അതിനെ പൊതിഞ്ഞ് അവരെല്ലാവരും ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ മുകളിലേക്ക് അതുമായിട്ട് പോകുമ്പോ ഒരൊറ്റ ആകാശത്തിന്റെ കവാടങ്ങളും തുറക്കൂല. ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഅ് വലാ യദ്ഖുലൂനൽ ജന്ന. ഈ ആത്മാക്കൾക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കൂല. കാരണം അവർ ദുഷിച്ച ശരീരമാണ്, ദുഷിച്ച ആത്മാവാണ്. അങ്ങനെ തരംതായി നിന്ന ആത്മാവിന്റെ സ്വഭാവം അങ്ങനെയായി പോകും. അതേ സമയത്ത് ഉത്കൃഷ്ടമായ ശരീരവും ആത്മാവുമാണെങ്കിൽ അതിന് നേരത്തെ പറഞ്ഞ രൂപത്തിൽ പരിശുദ്ധി കിട്ടും. അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, മുത്മഇന്നായ നഫ്സ്, മുത്മഇന്നായ ശരീരത്തിന്റെ ഉടമയെ എന്ന് വിളിച്ച് സ്വാഗതം ചെയ്യുന്നൊരു സന്ദർഭം ചെറിയ സന്ദർഭമല്ലല്ലോ. നിങ്ങൾ നോക്ക്, ഖബറിന്റെ അടുത്ത് വെച്ചിട്ടും അതേ രൂപത്തിൽ വിളിക്കുന്ന വെളിയാളങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ മുഫസ്സിരീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റഈസുൽ മുഫസ്സിരീൻ എന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്, സുൽത്താനുൽ മുഫസ്സിരീൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ചക്രവർത്തിയാണ്. അത്രയും അധികം സഹാബത്തിന്റെ ഇടയിൽ ഖുർആൻ വ്യാഖ്യാനം കൊണ്ട് പേരുകെട്ട സ്വഹാബി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഷാവറയിൽ ഏറ്റവും ചെറുപ്പമുള്ള ആളാണ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരൻ, കുറേ പ്രായമുള്ളവർ ആ മുഷാവറയിലുണ്ട്. അപ്പോൾ പ്രായമുള്ളവർ പറയും, എന്താ ഒരു ചെറിയ കുട്ടി ഇവിടെ ഇങ്ങനെ, ഞമ്മക്കും ഇല്ല ഇതുപോലത്തെ മക്കള്, എന്നാ നമ്മളെ മക്കളെ ഇതിൽ ചേർക്കാലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഇന്നക്കും മിൻ ഹൈസു അലിംതു, അത് നിങ്ങൾക്ക് അറിയുന്ന ഭാഗത്തിലൂടെ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. ആ കുട്ടിയെ എന്താണ് ഞാൻ മുഷാവറയിൽ എടുക്കാനുള്ള കാരണം, അങ്ങനെ ശാരീരിക ഭംഗി കണ്ടിട്ടോ മറ്റോ എടുത്തതല്ല, ഇൽമിന്റെ ഉയർച്ച കൊണ്ട് എടുത്തതാണ്. അവരോടൊക്കെ ചോദിച്ചു, നിങ്ങളോടൊക്കെ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ആ സൂറത്തിന്റെ തഫ്സീർ എന്താണ്? അപ്പൊ ആ പ്രായമുള്ള സ്വഹാബിമാരൊക്കെ പറഞ്ഞു, മക്ക ഇസ്ലാമിന് കീഴിൽ വന്നാൽ വിവിധ നാടുകളിൽ നിന്ന് ഇസ്ലാമിന് നല്ല സഹായം കിട്ടി, കൂട്ടം കൂട്ടമായ ആളുകൾ ഇസ്ലാമിലേക്കൊക്കെ വന്ന നബിതങ്ങളോട് കൂടുതൽ ഇബാദത്തും കാര്യങ്ങളൊക്കെ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അതാണ് ഇപ്പൊ അതിന്റെ തഫ്സീർ പോലും പറഞ്ഞത്. അങ്ങനെ തഫ്സീർ ഇല്ല എന്നുള്ള തഫ്സീർ ഉണ്ട്. ഈ കുട്ടിയോട് ചോദിച്ചപ്പോ, കുട്ടി എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ അജലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പോകാൻ, ദുനിയാവെന്ന് പോകാൻ സമയമായിട്ടുണ്ട്, അവധിയായിട്ടുണ്ട് എന്നറിയിക്കുന്ന സൂറത്താണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് തന്നെയാണ് ആ സൂറത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ബാക്കി എല്ലാ സ്വഹാബിമാരും ആ വലിയ ഇൽമു കൊണ്ട് ആ ചെറുപ്പക്കാരൻ അംഗീകരിച്ചു. അങ്ങനെ തഫ്സീറുകൾ പറയുമ്പോൾ വളരെ മികവ് പുലർത്തുന്ന തഫ്സീറുകൾ പലപ്പോഴും ഓരോ ആയത്തുകൾക്കും നൽകിയ വലിയ സ്വഹാബിയായ നബിതങ്ങൾക്ക് ഒരുപാട് സന്ദർഭങ്ങളിൽ ഖിദ്മത്തെടുക്കാൻ ഭാഗ്യം കിട്ടിയ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ വഫാത്തായപ്പോൾ, ത്വായിഫിലാണ് മഹാനവർകളുടെ ഖബർ, ത്വായിഫിൽ വെച്ച് വഫാത്തായപ്പോൾ ജനങ്ങളൊക്കെ നിരീക്ഷിക്കുന്നു. ആ ജനാസ മയ്യത്ത് കട്ടിലിൽ വെച്ച് ഇരിക്കുന്ന സന്ദർഭം, അതിനാ ജനാസ എന്ന് പറയാം. മയ്യത്ത് കട്ടിലിൽ വെച്ച് ഇബ്നു അബ്ബാസ് തങ്ങളുടെ കട്ടിലിങ്ങനെ റെഡിയായിരുന്ന സമയത്ത് ഒരു പക്ഷി പറന്നു വന്നു. അങ്ങനെ രൂപഭാവമുള്ള ഒരു പക്ഷിനെ അവരാരും കണ്ടിട്ടില്ല. ഫദഖല നാശഹു, അതാ കട്ടിലിന്റെ ഉള്ളിലേക്ക് കയറി. കട്ടിലിന്റെ ഉള്ളിലേക്ക് ഏതൊരു പഴുതിലൂടെ കയറി, പിന്നെ പുറത്തു പോയത് ആരും കണ്ടിട്ടില്ല. കട്ടിലിന്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ മഹാനവറുകളെ ഖബറിലേക്ക് അങ്ങ് വെച്ചപ്പോ തുലിയത്ത് ഹാദിഹില്ലായത്തു അലാ ഷഫീരിൽ ഖബരി, ഖബറിന്റെ തലഭാഗത്ത് നിന്ന് ഈ ആയത്ത് ഓതുന്നത് കേട്ടു. ആരാണ് ഓതുന്നത് എന്ന് ആർക്കും തിരിയുന്നില്ല.
യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ആ ആയത്ത് അവിടുന്ന് ഓതി കേട്ടപ്പോഴാണ് എല്ലാവരും അത്ഭുതപ്പെട്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആരും ഓതുന്ന ആള് തിരിയാത്ത രൂപത്തിൽ ഒരു അശരീരി വരുമ്പോൾ അത് അള്ളാഹു തആലാന്റെ ഭാഗത്തു നിന്നല്ലേ നല്ല മെസ്സേജുകളൊക്കെ. പലപ്പോഴും മഹാന്മാർക്കുള്ള അനുഭവം അങ്ങനല്ലേ? ചില സന്ദർഭങ്ങളിലൊക്കെ അശരീരി കേട്ടു എന്ന് പറഞ്ഞാൽ ആ അശരീരിയാ നോക്കണ്ടേ എന്താ അവിടെ പറഞ്ഞത്. അത് നല്ല മെസ്സേജും നല്ല വിഷയവും കാര്യങ്ങളാണെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നാണ്. കേടായതാണെങ്കിൽ ശൈത്താന്റെ ഭാഗത്തുനിന്നേക്കാരം അങ്ങനെ തള്ളും. ഇരിക്കട്ടെ, ഇവിടെ ഈ ആയത്തല്ലേ ഓതിയത്. ഈ ആയത്ത് തന്നെയാണ് നമ്മളെ തലക്കാമർത്ത് ഓതല്. പക്ഷെ നമ്മളങ്ങനെ നഫ്സുൽ മുത്മഇന്നയാണ് എന്ന് മുലക്കിൻ ഭാവിച്ചുകൊണ്ട് ഓതുക, തിലക്കിൻ ചൊല്ലി തരുന്ന ആള്. അങ്ങനെ ആ ഒരു വിധാനത്തിലേക്ക് അള്ളാഹു നമ്മളെ ഉയർത്തട്ടെ. അതിന്റെ മാർഗങ്ങൾ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇരിക്കട്ടെ, നഫ്സുൽ അമ്മാറെ കീഴ്പ്പെടുത്തലാണ് നഫ്സുൽ മുത്മഇന്നയുടെ വലിയ വിജയം. നമ്മുടെ ശരീരത്തിന് ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യണ്ടാന്ന് തോന്നും. അവിടെ നന്മകൾ ഉണ്ടെങ്കിൽ മുൻതൂക്കം കൊടുക്കണം, ചെയ്യണം എന്നിടത്തെത്തണം. എന്നെ കഴിവ്. ചില നന്മകൾ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളൊരു ഇഷ്കാല് വരുമ്പോഴേ ചെയ്യണം എന്നിടത്ത് നഫ്സിനെ ഇരുപ്പുറപ്പിച്ച് ചെയ്യാൻ വേണ്ടി ഒരുങ്ങണം. അപ്പോ ചെയ്യണ്ട എന്നുള്ള ഭാഗം നമ്മളിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെ ആവർത്തിച്ച് വരുമ്പോ പിന്നെ ആ നന്മയോട് നമുക്ക് വല്ലാത്ത സൗന്ദര്യമായി, വല്ലാത്ത ആവേശമായി, പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ കൂടപ്പുറപ്പായി മാറും, വിട്ടുപോകാൻ കഴിയാത്ത രൂപത്തിൽ. അങ്ങനെ നന്മകളുമായിട്ട് നമ്മൾ കെട്ടുപണഞ്ഞുകൂടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോഴാണ് ശരിക്കാൻ നഫ്സുൽ മുത്മഇന്ന ഉണ്ടാകുക. ജീവിതത്തെ നമ്മൾ അങ്ങനെ ശീലാക്കണം. നിങ്ങൾ കണ്ടില്ലേ, പഴയ കാലത്ത് ജീവിച്ച ആളുകളൊക്കെ അവരെ കൂടെ നടക്കുന്നവർ അത് അടിമകളാണെങ്കിൽ പോലും അവരെ സൽസ്വഭാവങ്ങൾ പകർത്തിയിട്ട് അവർക്കുണ്ടായിരുന്നു അത്തരത്തിൽ നന്മയോടുള്ള വാസന. ചരിത്രത്തിൽ അറിയപ്പെടുന്ന അത്രയൊന്നും പ്രസിദ്ധരായ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അങ്ങനെയൊന്നും അറിവില്ലാത്ത മഹാന്മാരെ കൂട്ടത്തിൽപ്പെട്ട റാവികളാണ് ഹസൻ ബിൻ സ്വാലിഹും അലി ബിൻ സ്വാലിഹും റളിയല്ലാഹു അൻഹുമ. വിശ്വസ്തരായ ഹദീസ് റിപ്പോർട്ടർമാരാണ്. രണ്ടുപേരും വിശ്വസ്തരാണ്. ഹസൻ ബിൻ സ്വാലിഹ്, അലി ബിൻ സ്വാലിഹ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും ഇരട്ടകളാണെങ്കിലും ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അലി ബിൻ സ്വാലിഹ് റളിയല്ലാഹു അൻഹു അവരും ഹസൻ ബിൻ സ്വാലിഹ് തങ്ങളും കുറഞ്ഞ സെക്കൻഡിന്റെ മാറ്റേ ഉള്ളൂ, നിമിഷങ്ങളെ മാറ്റേ ഉള്ളൂ. ഇരട്ടകളാകുമ്പോൾ അങ്ങനല്ലേ. പക്ഷേ രണ്ടാമത് വന്ന അലി ബിൻ സ്വാലിഹ് റളിയല്ലാഹുവിന് ഭയങ്കര ബഹുമാനാണ് ജ്യേഷ്ഠനോട്. ഇരട്ടകള് ഒരു മിനിറ്റിന്റെ ഏട്ടനാണ്, എന്നാലും വല്ലാത്ത ബഹുമാനാണ്. ആ ബഹുമാനം ഉള്ളത് കൊണ്ട് തന്നെ ലം യകുൻ യംശി അമാമ അഖീഹി അബദാ, തന്റെ സഹോദരൻ ഹസൻ ബിൻ സ്വാലിഹ് റളിയല്ലാഹുവിന്റെ മുന്നിലൂടെ ഒരിക്കൽ പോലും നടക്കാറില്ല. മുന്നിലൂടെ നടക്കൂല എന്ന് മാത്രമല്ല, വലാ യതഖദ്ദമുഹു, ഓവർടേക്ക് ചെയ്ത് നടക്കൂല. വലാ യജ്ലിസു ഖുബ്ലഹു, മുന്നിലായിട്ട് വന്നിരിക്കൂല. ഇരിക്കുമ്പോണ്ടല്ലോ ഒരു ബഹുമാനത്തിന്റെ ഇരുത്തം അല്ലേ? ഇതങ്ങനല്ല. ഇത് ബാപ്പ കസേരയാണെങ്കിൽ മക്കൾ ചേറ്റടിമ കയറിയിരിക്കുക. അപ്പൊ നമുക്ക് എന്താ തോന്നുന്നത്? നമ്മളവിടെ പഠിപ്പിക്കണം മക്കൾക്ക്. കാരണം വേറുള്ളവർ വരുമ്പോൾ കാണുമ്പോഴാണ് നമ്മളെ അവസ്ഥ തിരിയുക. നമ്മൾ ആ കസേരയിൽ, ആ ചൂരൽ കസേരല്ലേ, ആ വലിയ ബഹുമാനത്തിൽ ചാരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്, നമ്മളതിൽ നമ്മൾ പ്രായമൊക്കെ വാങ്ങിച്ച് നമ്മളതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ മകനും പേരക്കുട്ടികളൊക്കെ വന്ന് നമ്മളെക്കാളും ഇത്ര ഉയരല്ല ആ ചേറ്റന് മോലിങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. ചെമ്പറോട്ട് വലിയ ഷാജാക്കന്മാരെ പോലെ. അവിടെ ഇറങ്ങടാ എന്നിറങ്ങാം. അല്ലെങ്കിൽ വല്യാപ്പ ഇരിക്കുമ്പോൾ മക്കള് പേരക്കുട്ടികളിരിക്കുമ്പോൾ ആ മകൻ വന്ന് പറയണം, വല്യാപ്പ ഇരിക്കുന്ന കണ്ടില്ല, നിങ്ങൾ അവിടെ കയറി തായിരിക്കില്ല അവിടെ. അത് പഠിപ്പിച്ചു കൊടുക്കാത്തൊരു കുഴപ്പം എല്ലായിടത്തും ഉണ്ട്. നമ്മൾ പോണോടത്ത് സകലം അത് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ കാണില്ല. നിങ്ങൾ ഭക്ഷണം കഴിഞ്ഞാൽ ദ്വാരക്കുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കും പലപ്പോഴും. എല്ലായിടത്തും പൊതുവെ വേദെടുക്കാൻ പറ്റും. വേറെ ചോറിക്കാൻ പോയെടുത്തും വേല, ചായ എടുക്കാൻ പറ്റും വേലാണ്. പിന്നെ കുറച്ച് ആൾക്കാരുള്ളത് തരുന്ന ചായയും ചോറും കൂടി ഇല്ലാതാവും. അപ്പോൾ അവിടെ നമ്മൾ ദ്വാരക്കാനിരിക്കുമ്പോൾ ഇവരിവിടെ ഉണ്ടാവും. ആര്? നമ്മളെടുത്ത് തന്നെ കസേരയിൽ വാപ്പി മറ്റോലൊക്കെ എളാപ്പാരൊക്കെ. ചെറിയ കുട്ടികൾ ഓർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കാത്തതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ കുട്ടികൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. ശരിക്കും തന്നെ തുടക്കത്തിൽ ബോധ്യപ്പെടുത്തി കൊടുത്തവർ മാറും. അതുകൊണ്ടല്ലേ പഴയ കാലത്ത് വാപ്പാരിന്നിടത്തൊന്നും നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇരിക്കൂല, കുറേ അപ്പുറത്തേക്ക് ഇരിക്കും.
ഇവിടെ കണ്ടില്ല നിങ്ങൾ മുന്നിലിരിക്കൂലാണ്. സത്യത്തിൽ ഇപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റിന്റെ മാറ്റത്തിലാണ് ഇപ്പോൾ ചേട്ടനും അഞ്ചനും. പക്ഷെ എന്തൊരു ബഹുമാന. ഹദീസ് റിപ്പോർട്ട് ചെയ്ത 2 പ്രശസ്തരായ മഹാന്മാരായത്. അവർ വിശ്വസ്തരായ റാവികളാണെന്ന് മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു വരുവാണ്. ശ്രേഷ്ഠമായ സ്വഭാവത്തിൻ്റെ ആളുകൾ. അപ്പോൾ കുട്ടികൾ ആ ഇരിക്കാൻ വേണ്ടി ഉച്ചക്കൊക്കെ മറ്റേ കടക്കാനൊക്കെ സുഖത്തിലുണ്ടാക്കിയ പരത്തിലുണ്ടാക്കിയ ആ കയ്യോ കുത്താൻ പറ്റിയ ചേറ്റടി ഉണ്ടാവും. ഹൈമ കയറേണ്ടിരിക്കും. അപ്പോൾ ബാപ്പാര് പറയണം കുട്ടികളോട്, പിന്നെ അവിടെ നിന്ന് സ്റ്റൂൾ എടുത്തിരുന്ന അവിടെ ഇരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഒരു ചിന്തയുള്ള കുട്ടിക്ക് തിരെ എന്തിനാ അപ്പോൾ സ്റ്റൂൾ എടുത്തിരുന്നിട്ട് എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അത് ശരിയല്ല, ഞാൻ ഇന്ന് ബാപ്പാൻ്റെ മേലെ ഉണ്ടോ, അത് ശരിയായിട്ടില്ല. അത് ഒരു ഉപദേശത്തിൻ്റെ ശൈലിയിൽ പറയണം, എന്നാൽ അത് സ്വീകരിക്കും. അത് എവിടെയെങ്കിലും കണ്ടിരുന്നോട്ടെ, അത് പോരാ. ഞമ്മക്കല്ല അതിൻ്റെ കുഴപ്പം. നമ്മളൊരു പക്ഷേ അടിച്ചിട്ടുണ്ട്, നമ്മളെ മക്കളല്ലേ ഇത്. പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴും ഓലിരിക്കൽ അങ്ങനെ തന്നെയാണ്. അപ്പം അവർ കാണുമ്പോൾ അവർക്ക് ഇതെന്താപ്പത്, മക്കൾക്കൊന്നും ബാപ്പാരോട് ഒരു ബഹുമാനമില്ല. അതുകൊണ്ടല്ലേ ബാപ്പാര് മുന്നിൽ തുണി താത്തിട്ട് നടക്കണേ, ബാക്കിലുണ്ടാവും മക്കളും അവിടെ കുത്തിയും കുത്തിയിട്ട് ഇങ്ങനെ അക്കസാകോയത്തും കാണിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഏതാ കളറ് ഉള്ളിൽ ധരിച്ച അടക്കം കാണാം. അങ്ങനെ അപ്പോൾ ബാപ്പല്ലേ ബാപ്പാക്ക് ഇപ്പം മടക്കത്ത് കുത്തണ്ട, എനിക്ക് മടക്കത്ത് കുത്തണോ, മടക്കത്ത് അയച്ചടാ, എന്താ എനിക്കൊരു അതബില്ലാത്ത എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചാൽ തിരിയുന്ന മകനെ തിരിയും. അത് അതബ് ഉണ്ടാക്കേണ്ട ആരിൽ നിന്നാ? അതബ് ബാപ്പാരിൽ നിന്ന് കിട്ടേണ്ട കേട്ടോ. ബുഖാരി ഇമാം അടുത്തൊരു കിതാബിൽ പറഞ്ഞു, ഇൽമ് അള്ളാഹിന്റെ ഭാഗത്തു നിന്നാണ്. ഇൽമ് കൊടുക്കേണ്ട ആരാ? അള്ളാഹു തആല കൊടുക്കണം. വ ഇന്നമൽ അദബു മിനൽ ആബായി. അദബ് ആരിൽ നിന്ന് വരണം? അത് ബാപ്പാരിൽ നിന്ന് വരണം. ബാപ്പാര് പഠിപ്പിക്കണം മക്കൾക്ക് അദബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ബാധ്യതയായി തന്നത് പേര് നല്ലത് നോക്കി മാത്രം ഇടാനല്ല, അദബ് നന്നായി പഠിപ്പിക്കലും നമ്മുടെ ഹക്കാണ്, ബാപ്പാരെ ഹക്കാണ് മക്കൾക്ക്. അത് നമ്മൾ പറഞ്ഞ് ശീലിപ്പിക്കണം. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ഇവർ മുന്നിലിരിക്കൂല. അപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾ മുന്നിലിരിക്കാത്ത, മുന്നിൽ നടക്കാത്ത എന്താ? ഹുവ അക്ബറു മിന്നി, എൻ്റെ ആ അപ്പുറത്തുള്ള സഹോദരനില്ലേ എന്നെക്കായാലും മൂത്ത ആളാണ്. എങ്ങനെ? അതദ്ദുന്യാ കബലി, ഞാൻ ദുന്യാവിലേക്ക് വരുന്നതിന് മുമ്പ് മൂപ്പര് വന്നണല്ലോ. ഇരട്ടകളാണ്. ഞാൻ ദുനിയാവിലേക്ക് വരുന്നതിന് മുമ്പ് വന്നണല്ലോ. എത്ര സമയം മാറ്റം ഉണ്ടാകുക? അപ്പൊ ആ നിലക്കുള്ളൊരു ബഹുമാനം, ഈ ബഹുമാനത്തോടെ കഴിയുന്ന ഇവർ രണ്ടുപേരും അവരെ ഉമ്മയും അവരൊക്കെ ഇബാദത്തിൽ അത്രയും താല്പര്യപ്പെട്ട ആളാണ്. ഞാൻ പറഞ്ഞ അവരെ നന്മ കണ്ട് ബാക്കിയുള്ളവർ പകർത്തി നന്നായി. ഇവരും ഉമ്മയും കൂടി ജീവിക്കുമ്പോൾ അവർക്കൊരു സ്വഭാവമുണ്ട്. അവർ രാത്രിയെ 3 പങ്കുവെക്കും ഉമ്മയുണ്ടാവുമ്പോൾ. ഈ ഹസൻ ബിൻ സ്വാലിഹ് റളിയല്ലാഹു അൻഹു രാത്രിയുടെ ആദ്യ ഭാഗത്ത് ഉറങ്ങി, ആദ്യത്തെ ഭാഗത്ത് എണീറ്റ് നിസ്കരിക്കും. ആദ്യത്തെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കുട്ടികൾ. അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അലി റളിയല്ലാഹു അൻഹു അഥവാ ഹസൻ ബിൻ സ്വാലിഹ് റളിയല്ലാഹുവിന്റെ സഹോദരൻ അനുജൻ അലി ബിൻ സ്വാലിഹ് അവരെണീറ്റ് നിസ്കരിക്കും. പിന്നെ മൂന്നാമത്തെ ലാസ്റ്റ് പാർട്ടിൽ ഉമ്മ എണീക്കും. ഉമ്മ കുറച്ച് തോനെ ഉറക്കം വേണ്ടി വരുമല്ലോ ഇങ്ങോട്ട്, അതുകൊണ്ട് ഉമ്മ എണീറ്റ് നിസ്കരിക്കും. അങ്ങനെ രാത്രി 3 തഹജ്ജുദിന് അവർ പങ്കുവെക്കും. അങ്ങനെ ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ചപ്പോൾ പിന്നെ ആ രാത്രി അവർ രണ്ടാളും കൂടി അഡ്ജസ്റ്റ് ചെയ്തു. പകുതി ഒരാൾ എണീറ്റു, പകുതി ഒരാൾ എണീറ്റു. നന്മയിലാണിത്. പിന്നെ കുറച്ച് കഴിഞ്ഞ അവർക്കൊരു അടിമ ഉണ്ടായിരുന്നു. ആ അടിമയും ഇതേ രൂപത്തിൽ അവരോടൊപ്പം നിസ്കാരത്തിലും മറ്റുമൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. ഫജ്റിന്റെ മുമ്പ് എണീറ്റ് നിസ്കരിക്കാൻ തുടങ്ങി. പക്ഷേ ആ അടിമയെ ബഹുമാനപ്പെട്ട ഹസൻ ബിൻ സ്വാലിഹ് റളിയല്ലാഹു അൻഹു വിറ്റു, വേറെ ആക്കി വിറ്റു. വിറ്റ് വീട്ടിൽ പോയി അന്നത്തെ രാത്രി മറ്റു വീടുകളിൽ പതിവുള്ളതുപോലെ സുബൈന്റെ മുമ്പ് തന്നെ ഈ അടിമ എണീറ്റു. അടിമ സ്ത്രീയാണ്. അടിമ സ്ത്രീ എണീറ്റിട്ട് അസ്വല അസ്വല എന്ന് പറഞ്ഞു. അപ്പൊ വീട്ടുകാരൊന്നായിട്ട് ഒച്ചപ്പാണ്ടാക്കി. ബാങ്ക് കൊടുത്തു വെച്ചു. ഇല്ലായിരുന്നു. ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ എണീച്ച് നിസ്കരിക്കല്ലേ വെച്ചു. ബാങ്ക് എണീക്കുന്നതിന് മുമ്പ് നിസ്കാരമൊന്നുമില്ല, ഫജറിന് മുമ്പ് വേറെ നിസ്കാരമൊന്നുമില്ലേന്ന് വെച്ചു. ഫജറിന്റെ മുമ്പല്ലാതെ നിങ്ങളൊരു സമയത്ത് നിസ്കരിക്കല്ലേന്ന് വെച്ചു. അവരൊന്നും ഇല്ല, ഞങ്ങൾ ഫജറിനാണ് നിസ്കരിക്കല്, ബാങ്ക് കൊടുത്താണ് നീക്കം നിസ്കരിക്കുന്നുണ്ട്. രാത്രി നിസ്കാരം നിങ്ങൾക്ക് ഇല്ലേന്ന് വെച്ചു. ഇല്ലാന്ന് പറഞ്ഞു. നേരെ ഇങ്ങോട്ട് വെളുത്തപ്പോൾ ആ അടിമ അങ്ങനെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ആ വീട്ടിലേക്ക് കൊടുത്ത് ശരിയായില്ല, എന്നെ മടക്കിയെടുക്കണം. കാരണം നിങ്ങളിൽ നിന്ന് ഞാൻ ആ പകർത്തിയ നന്മ അവിടെ പോയി എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എൻ്റെ ആ നിസ്കാരം അവിടെ നടക്കൂല. കാരണം ഞാൻ എണീക്കുമ്പോൾ എനിക്ക് പൊതുവെ ഒന്നും തുറക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും പെർമിറ്റില്ലല്ലോ. അപ്പം അവർ ഇറങ്ങട്ടെ, അവർ തുറക്കട്ടെ എന്ന് ഞാൻ അവിടുന്ന് അസ്സല അസ്സല എന്ന് പറയുമ്പോഴേക്കിന് ഓരോ ഭാഗത്ത് ഓരോരുത്തരും നീച്ച് ചൂടാകാണ്. പിന്നെ ഞാൻ വീണ്ടും ഉറങ്ങേണ്ടി വരികയാണ്. അതുകൊണ്ട് എനിക്ക് ആ നന്മ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ തിരിച്ചെടുക്കണമെന്ന് ആ അടിമ തിരിച്ചു വന്ന് പറയാണ്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു ആ അടിമയെ തിരിച്ചെടുത്തു. കാരണം നല്ല നിലയ്ക്ക് ഇബാദത്തുള്ള ഒരു അടിമയല്ലേ.
ഈ അടിമനെ വേറെ ആരേക്കും കൊടുത്തിട്ട് ആ അടിമന്റെ നല്ല വാസന കെടുത്തിക്കളയണ്ടെന്ന് കരുതിയിട്ട്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞറിയോ? നിങ്ങൾ ഒരാളിൽ ആ ഉമ്മയിലുള്ള നന്മ മക്കളിലേക്കും മക്കളിലുള്ള നന്മ അടിമയിലേക്കും പകർന്നു കിട്ടിയതുപോലെ നമ്മൾ നന്മയുടെ വാഹകരായി നമ്മുടെ ബാക്കിയുള്ള ആളുകളിലേക്കും നന്മകൾ കൊടുത്ത് അവരെയും നല്ല മനസ്സിന്റെയും നല്ല ഇബാദത്തിന്റെയും ഉടമകളാക്കണം. അള്ളാഹു അത്തരത്തിൽ നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ. രണ്ടായത്തുകൾ ഇതിന്റെ ബാക്കിയുണ്ട്, വിശദീകരണം നമ്മൾ നടത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാളെ അതിന്റെ ബാക്കി വിശദീകരിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഒരു സന്തോഷമായ ഒരു വിളിയാളം മലക്കുകളിൽ നിന്ന് ഈ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഹിസാബ് കഴിഞ്ഞിട്ട് നാളെ പാരത്രിക ലോകത്ത് നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന ഘട്ടത്തിൽ അള്ളാഹുവിൽ നിന്ന് മലക്കുകളിൽ നിന്ന് കേൾക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ടല്ലേ? റമളാനിൽ വീട്ടിൽ ജോലിക്ക് വരുന്ന അമുസ്ലിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടുണ്ടോ? ചോദ്യം മനസ്സിലായില്ലേ? റമളാനിലെ വീട്ടിൽ ജോലിക്ക് വരുന്ന അമുസ്ലിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടുണ്ടോ? പാടില്ല. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ഭക്ഷണം ഓല് കഴിച്ചോളൂ, നമ്മൾ കൂലി കൊടുത്താൽ മതി. പണിയെടുപ്പിച്ചെന്നുണ്ടെങ്കിൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല ഓൽക്ക്. അത് നമ്മളെ പറയുന്ന തന്നെ നമ്മൾ നോമ്പിനെ തച്ച് തകർത്ത് എന്നുള്ള മോഡലാവും. അവർ പറയുന്ന ഭക്ഷണം കഴിച്ചോട്ടെ, ഓലെ പറയുന്നു. നിങ്ങൾ കൊടുക്കണ കൂലി 1000 കൊടുക്കുകയാണെങ്കിൽ 1100 കൊടുത്തോളി. നിങ്ങളവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ട, അതിൻ്റെ ചിലവ് വരുന്നല്ലേ ഉള്ളൂ, അവിടെ ഉണ്ടാക്കി കൊടുക്കണ്ട. അത് പറ്റൂല. ഇബിനെ ചെറുത്തങ്ങൾ തീർത്തു പറഞ്ഞിട്ടുണ്ട്, പാടില്ല, ഹറാമാണ്. വേറെ ചോദ്യം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു 700 ഒട്ടകവും ചരക്കും ഫീസബീലേക്ക് കൊടുത്തു. ചരിത്രം സുദീർഘമായി പറയണം, സൗകര്യം പോലെ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വകാഫി മസീദ. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അർഹമർ റഹീമീനായ അൽമൽക്കുൽ ജബ്ബാറായ സർവാദിനാഥനായ അല്ലാഹ്, ഞങ്ങളെ ഒത്തുകൂടിയ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗത്തുള്ള 2 ആയത്തുകൾ ചെറിയ അർത്ഥത്തിൽ ഞങ്ങൾ വിശദീകരിച്ചു, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖുർആനു ഷരീഫ് കൂടുതലായി പഠിക്കാനും അത് പകർത്താനും അമൽ ചെയ്യാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. വിശുദ്ധ ഖുർആന്റെ തഫ്സീർ പറഞ്ഞ മജ്ലിസ് ആയതുകൊണ്ട് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ 10 ആ 10 ഞങ്ങളിൽ നിന്ന് സമാപിക്കാൻ പോകുന്ന സന്ദർഭമാണ്. ഞങ്ങൾക്ക് നീ റഹ്മത്ത് തരണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും നീ റഹ്മത്ത് ചെയ്യപ്പെടുന്ന നല്ല വിഭാഗത്തിൽ ഞങ്ങൾ നീ ചേർക്കണേ അല്ലാഹ്. ഹതഭാഗ്യര പട്ടികയിൽ ഞങ്ങൾ നീ ആക്കല്ലേ അല്ലാഹ്. അവസാന നേരം യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് സന്തോഷത്തോടെ മലക്കുകൾ പറയുന്ന സന്ദർഭം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിന്റെ ഹദറത്തിലെത്തി എല്ലാം കഴിഞ്ഞ് ഹിസാബൊക്കെ കഴിഞ്ഞ് ആ ഒരു സന്തോഷ വാർത്ത യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന അവിടെ വെച്ച് കേൾക്കാൻ ഞങ്ങൾക്ക് നീ വിധി കൂട്ടിത്തരണേ റഹ്മാനെ. അതിന് പറ്റുന്നവരാക്കി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ അമലും ഞങ്ങളെ സ്വഭാവവും ഞങ്ങളെ ഓരോ പ്രവർത്തനങ്ങളിലും അതിനെ അനുകൂലമാക്കി തരണേ അല്ലാഹ്. ഈ മാസത്തിൽ ഞങ്ങൾ നോറ്റ നോമ്പും നിസ്കാരവും സ്വതക്കയും എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇഅ്തികാഫുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ വിശുദ്ധ റമളാനിലെ ഓരോ രാവും പകലും ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ റഹ്മാനെ. ഒരു സമയം പോലും ഞങ്ങൾക്ക് നീ പ്രതികൂലാവസ്ഥയിലാക്കല്ലേ അല്ലാഹ്. കഴിവിന്റെ പരമാവധി നഫ്സുൽ അമ്മാറയെ കീഴ്പ്പെടുത്തി സൽസ്വഭാവങ്ങളുമായി നഫ്സുൽ മുത്മഇന്നയിലേക്ക് ഉയരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളെ നീ അതിനെ സഹായിക്കണേ റഹ്മാനെ. എല്ലാ അർത്ഥത്തിലും നീ ഞങ്ങൾക്ക് തുണയാകണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ കുടുംബത്തിൽ ഇവിടെ വന്നിരിക്കുന്നവരിൽ അവിടെ കുടുംബത്തിൽ രോഗം കൊണ്ടും മറ്റും വിഷമിക്കുന്നവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്, പരിഹാരം നൽകണേ അല്ലാഹ്. മറ്റു പല ജാതി വിഷമങ്ങൾ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അള്ളാഹുവേ. ഖുർആൻ ഷരീഫിന്റെ അർത്ഥം വിശദീകരിച്ച് തഫ്സീർ പറഞ്ഞ മജ്ലിസാണല്ലോ. ഓരോരുത്തരുടെയും ഉള്ളിലുള്ള നീറുന്ന പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على